നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭാസതാം ഹൃദയേ മമ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധത്തിൽ മന്വന്തരങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് മഹാബലിയുടെ ചരിത്രം പറഞ്ഞത്. മന്വന്തര വർണ്ണനയുടെ ഇടയ്ക്ക് 8ാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും 4 മന്വന്തരങ്ങളിലെ കഥകളാണ് പറയുക. അതിൽ 4ാമത്തെ മന്വന്തരത്തിലാണ് ഗജേന്ദ്രമോക്ഷം, 6ാമത്തെ മന്വന്തരത്തിലാണ് പാലാഴി മഥനം, 7ാമത്തെ മന്വന്തരത്തിലാണ് വാമനാവതാരം, 6നും 7നും ഇടയ്ക്കാണ് മത്സ്യാവതാരം. അത് ശരിക്കും പറഞ്ഞാൽ 4 കഥകളാണ് പ്രധാനമായിട്ടും 8ാമത്തെ സ്കന്ധത്തിൽ. അതിൽ 7ാമത്തെ സ്കന്ധത്തിൽ അല്ലെങ്കിൽ 7ാമത്തെ മന്വന്തരത്തിൽ നടന്ന കഥയാണ് വാമനാവതാരം. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന മന്വന്തരമാണ് 7ാമത്തെ മന്വന്തരം. ഈ മന്വന്തരത്തിൻ്റെ പേരാണ് വൈവസ്വത മന്വന്തരം. ഈ മന്വന്തരത്തിലാണ് വാമനാവതാരം നടന്നത്. ആ കഥ വളരെ കൗതുകകരമായിട്ടുള്ള രീതിയിലാണ് ആ കഥ ആരംഭിക്കുന്നത് തന്നെ. 15ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ 15ാമത്തെ അധ്യായത്തിലാണ് ആ കഥ തുടങ്ങുക. 9 അധ്യായമാണ്. ആദ്യം തന്നെ പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യമാണ്. ബലേ പദത്രയം ഭൂമൻ കസ്മാത് ഹരിരയാചത. ബലേ പദത്രയം ഭൂമേ കസ്മാത് ഹരിരയാചത. ഭൂത്വേശ്വര കൃപണവൽ ലബ്ധാർത്ഥോപി ബബന്ധതം. സാധാരണ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബലേ എന്ന് പറയാറുണ്ട് അല്ലേ? പാട്ട് കച്ചേരിയൊക്കെ കേൾക്കുമ്പോൾ സംഗീതം കേമായി കഴിഞ്ഞാൽ ബലേ എന്ന് പറയും. അതുപോലെ കഥ തുടങ്ങുന്നത് തന്നെ ബലേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വളരെ നല്ലൊരു കഥയാണെന്ന് അർത്ഥം. ബലേ പദത്രയം ഭൂമേ കസ്മാൽ ഹരിരയാചത. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരൻ, 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരൻ ഒരു കൃപണനെ പോലെ, ഒരു ദരിദ്രനെ പോലെ ആരോട്? ബലിയോട് 3 അടി മണ്ണി യാചിച്ചു. അതെങ്ങനെ? ഹരി അയാചത. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഹരിക്കാൻ കഴിവുള്ള ആളാണ്. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ സ്വച്ഛന്ത പ്രവൃത്തി ചെയ്യുന്ന ആളല്ലേ, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാ യാചിച്ചത്? ഭഗവാന് യാചന ആവശ്യമില്ല. ഭഗവാൻ എന്തും എടുക്കാൻ കഴിവുള്ളതാണ്. ഹരിയല്ലേ, എന്തിനേയും ഹരിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ എന്തെങ്ങനെ യാചിക്കാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ലബ്ധാർത്ഥോപി, ചോദിച്ചത് കിട്ടി, എന്നിട്ടും വലിയ ബന്ധനത്തിലാക്കി. അപ്പോൾ ഈ കഥയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ആ കഥ ഒന്ന് വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാം എന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച സമയത്താണ് ശ്രീശൈവ ബ്രഹ്മർഷി ആ കഥ വിസ്തരിച്ച് പറഞ്ഞത്. ഈ മഹാബലിയുടെ ചരിത്രം, വാമനാവതാര ചരിത്രം കേരളീയർക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? കേരളത്തിൽ വാമനാവതാര കഥ, ബലിയുടെ കഥ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കഥയും കൂടിയാണ് വാമനാവതാരം. തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ ഇവിടെ ബലിയോട് 3 അടി മണ്ണി യാചിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു കൃപണനെ പോലെ പെരുമാറിയെന്നാണ്. ഒരു നിസ്വനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ പെരുമാറി. അപ്പോൾ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ആ കഥ വിസ്തരിക്കുകയാണ്. സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ പാലാഴി മഥനം കഴിഞ്ഞു. ഏത് മന്വന്തരത്തിലാണ് പാലാഴി മഥനം?
ഞാൻ നേരത്തെ പറഞ്ഞു 6ാമത്തെ മന്വന്തരം. 6ാമത്തെ മന്വന്തരത്തിലാണ് പാലാഴി മഥനം. മന്വന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ബ്രഹ്മാവിൻ്റെ ഒരു പകല് 1000 ചതുരുകമാണ്. 1000 ചതുരുകം. ഒരു ചതുരുകം എന്ന് പറഞ്ഞാലോ കൃതം ത്രേത ദ്വാപര കലിശ്യേതി ചതുരുകം. ഈ 4 യുഗങ്ങൾ ചേർന്നാണ് ഒരു ചതുരുകം. ഇതിനെ മഹായുഗം എന്ന് പറയും. ഇങ്ങനെയുള്ള 1000 ചതുരുകം ചേരുമ്പോഴേ ബ്രഹ്മാവിനൊരു പകലാവുള്ളൂ. ഈ ഒരു പകലിനെ 14 മനുക്കളാണ് ഭരിക്കുക. ഇപ്പം നമ്മൾ ജീവിക്കുന്ന 7ാമത്തെ മന്വന്തരമാണ്. അപ്പോൾ അതിൽ 6ാമത്തെ മന്വന്തരത്തിലാണ് പാലാഴി മഥനം നടന്നത്. പാലാഴി മഥനം കഴിഞ്ഞ് അമൃത് കിട്ടിയ ദേവന്മാരും അമൃത് കിട്ടാത്ത അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു, ദേവാസുര യുദ്ധം. ആ യുദ്ധത്തിൽ മരിച്ചു വീണ അസുരന്മാരെ മുഴുവൻ ശുക്രാചാര്യർ സഞ്ജീവനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു. ശുക്രാചാര്യർക്ക് മരിച്ച ആളെ ജീവിപ്പിക്കാനുള്ള വിദ്യ അറിയാതെ. എന്നാൽ ദേവഗുരുവായിട്ട് ബൃഹസ്പതിക്ക് ഇത് അറിഞ്ഞൂടാ, അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യർക്കേ അറിയുള്ളൂ. അസുരന്മാരെ മുഴുവൻ ജീവിപ്പിച്ചു. ബലിയെ കൊണ്ട് അനേകം യാഗങ്ങളൊക്കെ ചെയ്യിച്ച് ബലി 3 ലോകങ്ങളും കീഴടക്കി. 3 ലോകത്തിന് അധിപനായി. ബലിയുടെ പരാക്രമം സഹിക്കുക വയ്യാതായി. ബലിക്ക് സകല ശക്തികളും ശുക്രാചാര്യർ കൊടുത്തു എന്നാണ്. ഇനി ഈ കഥയ്ക്ക് ആധ്യാത്മികമായിട്ടൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം കൂടി കണ്ടാലേ ഇതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. ബലം എന്ന് പറഞ്ഞാൽ, ബലി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സാണ്. മനസ്സിനെ പോലെ ബലമുള്ള മറ്റൊന്നുമില്ല. എന്തിനേയും എവിടെയും കടന്നു ചെല്ലാൻ ശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ മനസ്സ്, അല്ലേ? മനുഷ്യ മനസ്സാണ് ഏറ്റവും ശക്തിയുള്ളത്. ഈ മനുഷ്യ മനസ്സ് സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിബലവത്തായി തീരുകയാണ്, ബലം സമ്പാദിക്കുകയാണ്. അതുകൊണ്ടാണ് ബലി. ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാലോ കർമ്മവാസനയാണ്. ഇപ്പോൾ പുരാണങ്ങളിലൊക്കെ ദേവന്മാർക്കും ഒരു ഗുരു, അസുരന്മാർക്കും ഒരു ഗുരു, ഇല്ലേ? ദേവന്മാരുടെ ഗുരുവാണ് ആരാ? ബൃഹസ്പതി. അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ. ദേവന്മാർ മാറും, അസുരന്മാർ മാറും, പക്ഷെ ഗുരു മാറുന്നില്ല. ഗുരു എപ്പോഴും ഒരാളാണ്. അപ്പോൾ ദൈവികമായ വാസനകളും ദൈവികമായ മനസ്സും ആസുരമായ മനസ്സും, ഈ മനസ്സിനെ രണ്ടിനെ നിയന്ത്രിക്കുന്ന കർമ്മവാസനകളാണ്. അപ്പോൾ അസുരന്മാരുടെ കർമ്മവാസനയാണ് ശരിക്കും പറഞ്ഞാൽ ശുക്രാചാര്യൻ. അപ്പോൾ ബലി സകല ശക്തിയും നേടി. ബലിക്ക് അനേകം വസ്തുക്കളൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ധനുഷ്ച ദിവ്യം, പുരുടോപനദ്ധം, തൂണാവരുക്കതോ, കവചം ച ദിവ്യം, ഇതൊക്കെ കൊടുത്തു. അത്ര എന്താ? ആ മനസ്സ് ഒരു ശരീരത്തിലിരിക്കുകയാണ്. ആ ശരീരത്തിലിരുന്നാണ് മനസ്സ് പ്രവർത്തിക്കുക. അപ്പം ആ ശരീരത്തിൻ്റെ ഭാവങ്ങളാണ് തതോരഥ കാഞ്ചന പട്ടനദ്ധോ ഹയാംശ ഹര്യശ തുരംഗവർണ. ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാവങ്ങളാണെന്ന് വിചാരിക്കുക. ആ ശരീരത്തിലിരുന്നു കൊണ്ട് മനസ്സ് അതിബലവത്തായി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രപഞ്ചം മുഴുവൻ മനസ്സിന് അധീനമായി. ഇതാണ് ആചാര്യസ്വാമികൾ വിശ്വം ദർപ്പണ ദൃശ്യമാനനഗരിയെ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനിമായ ബഹിരിപോത്ഭൂതം യഥാ നിദ്രയാ യസ് സാക്ഷാൽ കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ. മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. മനസ്സ് പ്രപഞ്ചത്തിന് മുഴുവൻ ആവരണം ചെയ്യുകയാണ്. അതുകൊണ്ട് ബലി 3 ലോകങ്ങളും കീഴടക്കി. ബലിയുടെ പരാക്രമം സഹിക്കുക വയ്യാതെ ദേവന്മാരൊക്കെ സ്വർഗലോകം ഉപേക്ഷിച്ച് പോയി എന്നാണ്. ദേവന്മാരൊക്കെ ആ സമയത്ത് പല വേഷങ്ങളൊക്കെ കിട്ടി മറിഞ്ഞു എന്നൊക്കെ കഥയുണ്ട്. വേറെ ഒരാളത്തിൽ പറയുന്നുണ്ട് ദേവന്മാർ പല മൃഗങ്ങളിലെയൊക്കെ വേഷത്തിൽ മറിഞ്ഞു പോയി എന്നാണ്. അതിൽ ഇന്ദ്രൻ മയിലിൻ്റെ രൂപത്തിലാണ് ഇത്ര പോയത്. ഇന്ദ്രൻ മയിലിൻ്റെ വേഷം സ്വീകരിച്ചെന്നാണ്. യമൻ കാക്കയുടെ വേഷം സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് ഈ പിതൃകർമ്മങ്ങളിലൊക്കെ കാക്കയ്ക്ക് വലിയ പ്രാധാന്യം, അല്ലേ? എന്നുവെച്ചാൽ യമൻ കാക്കയുടെ രൂപത്തിൽ വേഷം മാറി കിടന്നതാണ്. അതേപോലെ ഈ കുബേരൻ ഒരു കീരിയുടെ രൂപത്തിലായത്, കീരി. അഗ്നി ഭഗവാൻ ഉപ്പൻ എന്ന് പറയില്ലേ, ഉപ്പൻ എന്ന് പറഞ്ഞ ജീവിയുണ്ട്, അതിൻ്റെ രൂപത്തിലായിരുന്നാണ്. പരമേശ്വരൻ തവളയുടെ രൂപത്തിലായിരുന്നാണ്. ബലിയെ പേടിച്ച് ഇവരൊക്കെ പല മൃഗങ്ങളിലൊക്കെ രൂപത്തിൽ ഭൂമിയിൽ ഒളിച്ചു താമസിച്ചു അത്രേ. അങ്ങനെ ബലിയുടെ പരാക്രമം സഹിക്കുക വയ്യാതായി. ബലി ബുഭുജേച്ച ശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംഭിതാം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമന. സകലതും തൻ്റെ കൈവശത്തിലാക്കി ബലിയുടെ പരാക്രമം സഹിക്കുക വയ്യാതെ ദേവന്മാര് സ്വർഗലോകം വരെ ഉപേക്ഷിച്ചു പോയി. ബലിയെ കൊണ്ട് ശുക്രാചാര്യര് അനേകം യാഗങ്ങളൊക്കെ ചെയ്യിച്ച് 100ാമത്തെ അശ്വമേധയാഗമായി. ഈ 100ാമത്തെ അശ്വമേധം നടന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രപദവിക്ക് അർഹനായി. ഇന്ദ്രനാവണമെങ്കിൽ അതിനുവേണ്ട യോഗ്യത 100 അശ്വമേധയാഗം നടത്തണമെന്നാണ്. ഇന്ദ്രന് ശതക്രതു എന്നൊരു പേരുണ്ട്. ശതക്രതു എന്ന് പറഞ്ഞാൽ, ക്രതു എന്ന് പറഞ്ഞാൽ യാഗം. ഇപ്പം 100 യാഗം ചെയ്താൽ ഇന്ദ്രനാവാം.
ബലി 100ാമത്തെ യാഗം കൂടി കഴിഞ്ഞാലോ ബലി ഇന്ദ്രപദവിക്ക് അർഹനാവും. ഇന്ദ്രന്റെ സിംഹാസനം നഷ്ടപ്പെടും. ഇപ്പോൾ ബലി സ്വർഗലോകം കീഴടക്കിയെങ്കിലും ഇന്ദ്രസിംഹാസനത്തിൽ അധിരോഹം ചെയ്തിട്ടില്ല, കയറിയിരുന്നിട്ടില്ല. കാരണം നമ്മുടെ ഭാഷ പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടില്ല. സിംഹാസനം കൈ കിട്ടിയെങ്കിലും അവിടെ ഇരിക്കാനുള്ള യോഗ്യതയായിട്ടില്ല. അപ്പോൾ 100ാമത്തെ യാഗം കൂടി കഴിഞ്ഞാലോ പിന്നെ ഇന്ദ്രന് സ്വർഗലോകം സ്വപ്നം കാണാൻ പോലും പറ്റില്ല. സ്വർഗലോകം എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ ദേവന്മാരൊക്കെ വളരെ പരിഭ്രമിച്ചു. ദേവമാതാവായിട്ടുള്ള അതിഥി ദേവി വല്ലാതെ സങ്കടപ്പെട്ടു. ദേവന്മാരുടെ അമ്മയാണ് അതിഥി, അസുരന്മാരുടെ അമ്മയാണ് ദിതി. രണ്ടുപേരും കശ്യപ പ്രജാപതിയുടെ പത്നിമാരാ. കശ്യപ പ്രജാപതിക്ക് 13 പത്നിമാരുള്ളതായിട്ടാണ് പുരാണങ്ങളിൽ. ഈ 13 പത്നിമാരിൽ ഒന്നാണ് ദിതി, മറ്റൊന്നാണ് അതിഥി. അപ്പൊ അതിഥി ദേവി വല്ലാതെ സങ്കടപ്പെട്ട് അതിഥി ദേവി ഏകത ഒരു ദിവസം കശ്യപസ്തസ്യ ആശ്രമം ഭഗവാനകൽ. ഒരു ദിവസം കശ്യപ പ്രജാപതി അതിഥി ദേവിയുടെ ആശ്രമത്തിൽ വന്ന സമയത്ത് അതിഥി ദേവിയെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പൊ കശ്യപ പ്രജാപതി അതിഥി ദേവിയുടെ ഒരു കുശല പ്രശ്നമുണ്ട് അവിടെ, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം തന്നെ കുടുംബകാര്യങ്ങളല്ല ചോദിച്ചത്. അവിടെ ആദ്യം ചോദിച്ചത് അപ്യഭദ്രന്ന വിപ്രാണാം ഭദ്രേ ലോകേധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോച്ഛന്ദാനുവർത്തിന. ബ്രാഹ്മണ ധർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നില്ലേ? ആദ്യത്തെ ചോദ്യം അതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ കുടുംബകാര്യങ്ങളാണ് ആദ്യം സംസാരിക്കുക, അല്ലേ? യാതൊരു ആവശ്യമില്ലെങ്കിലും കുടുംബകാര്യങ്ങൾ, കുട്ടികൾക്ക് സുഖമല്ലേ, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഇങ്ങനെയുള്ള ലൗകിക വിഷയങ്ങളാണ് ചോദിക്കുക. മഹാന്മാരങ്ങനെയല്ല, അവർ ധർമ്മത്തിനെ കുറിച്ച് ആദ്യം ചോദിക്കുള്ളൂ. ആദ്യം ചോദിച്ചത് ബ്രാഹ്മണ ധർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നില്ലേ, രണ്ടാമത് ലോകധർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നില്ലേ, അതുപോലെ ഗൃഹസ്ഥ ധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിക്കുന്നില്ലേ? ഇതൊക്കെയാണ് ചോദ്യം. അതായത് ഗൃഹത്തിൽ ഒരു അതിഥി വന്നാൽ അതിഥിയെ സൽക്കരിക്കുക എന്നുള്ള ഗൃഹസ്ഥ ധർമ്മമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അതിഥിയെ സൽക്കരിക്കാതെ പറഞ്ഞയച്ചോ, എന്താ അതിഥിയുടെ മനസ്സിലൊരു മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? എന്തെങ്കിലും ധർമ്മത്തിന് കോട്ടം വന്നോ? ഗൃഹാത് അപൂജിത, ഗൃഹത്തിൽ വന്ന ഏതെങ്കിലും അതിഥി പൂജിക്കപ്പെടാതെ മടങ്ങിപ്പോയോ? അതേപോലെ അഗ്നി കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടക്കുന്നില്ലേ? അപ്യഗ്നേസ്തു വേലായാം നഹുതാഹവിഷാസതി, അഗ്നിഹോത്രാദികളായുള്ള കർമ്മങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് അഭിസർവേ കുശലിന തവപുത്ര മനസ്വിനി, കുട്ടികൾക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചത്. കണ്ടോ വ്യത്യാസം? കണ്ടോ? നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം എന്താ ചോദിക്കുക? കുട്ടികളുടെ കാര്യം ചോദിക്കുക. പക്ഷെ കശ്യപൻ ആദ്യം കുട്ടികളുടെ കാര്യമല്ല ചോദിച്ചത്, ധർമ്മത്തിനെ കുറിച്ച് ചോദിച്ചു. ധർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. ആശ്രമധർമ്മങ്ങൾ, ബ്രാഹ്മണധർമ്മങ്ങൾ, അഗ്നികാര്യങ്ങൾ, ഇതൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അവസാനമാണ് ചോദിച്ചത് കുട്ടികൾക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചത്. അപ്പൊ അതിഥി പറഞ്ഞു, അങ്ങ് പറഞ്ഞ ധർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കുട്ടികളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലായി. അതെന്താ? തസ്മാദീശ ഭജന്ത്യാമേ ശ്രേയചിന്തയ സൂവൃത ഹൃദശ്രിയോ ഹൃദസ്ഥാനാൻ സപത്നീ പാഹിന പ്രഭോ. എൻ്റെ കുട്ടികളൊക്കെ ഹൃദശ്രിയോ ഹൃദസ്ഥാനാൻ, അവരുടെ ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ടു, സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം ദേവന്മാർക്കിപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായി, മേൽലാസം ഇല്ല എന്നർത്ഥം, അല്ലേ? എവിടെ പോയി എന്നറിഞ്ഞൂടാ, എല്ലാം വേഷം മാറി ഒളിച്ചു നടക്കുകയാണല്ലോ. അപ്പം അവരുടെ കാര്യം കഷ്ടത്തിലായി. അതുകൊണ്ട് തഥാവിധേഹി കല്യാണം ധിയാ കല്യാണകൃത്തമാ, എൻ്റെ കുട്ടികൾക്ക് മംഗളം ഉണ്ടാവാനുള്ള കാര്യം അങ്ങ് ചെയ്യണം. കശ്യപ പ്രജാപതിയോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ കശ്യപ പ്രജാപതി ആലോചിച്ചു, അഹോ മായാബലം വിഷ്ണു, ഇതല്ലേ ലോകത്തിലെ ഏറ്റവും ദുഃഖത്തിന് കാരണം? മായാബലം, മായയാണ് ദുഃഖത്തിന് കാരണം. ഈ മായ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക, ഉള്ളത് കാണാതിരിക്കുക, ഇതാണ് മായ. എന്താ മായ എന്ന് പറഞ്ഞാൽ? ഇല്ലാത്തതല്ല. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തെന്ന് അർത്ഥമില്ല. ഉള്ളത് കാണാതിരിക്കുക, ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നുക. ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ സത്യമാണോ? സത്യമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ സത്യമാണോ? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ബന്ധുവാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, കുട്ടികളാണെന്നൊക്കെ തോന്നും. ഈ ശരീരം വിട്ടാലോ വല്ല ബന്ധങ്ങളുണ്ടോ? ആലോചിച്ച് നോക്കുക. അത്ഭുതമാണ് നമ്മുടെ കാര്യം. നമ്മൾ എത്രമാത്രം മായയിൽ കുടുങ്ങിപ്പോയെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബന്ധമില്ലാത്ത വസ്തുക്കളോടൊക്കെ ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നതല്ലേ?
ഈ ശരീരത്തിലിരുന്നപ്പോൾ ഇത് ഭാര്യയായി, ഭർത്താവായി, അച്ഛനായി, അമ്മയായി. ശരീരം വിട്ടാലോ? ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ജീവന് പിന്നെ ആരോടെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നല്ലേ? ബന്ധം തോന്നലാണ്. എൻ്റെ എന്ന് തോന്നുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡൽഹിക്ക് പോകാമെന്ന് വിചാരിക്കുക, ഇത് എൻ്റെ സീറ്റാന്ന് പറയും. എൻ്റെ സീറ്റാണോ? ഡൽഹിയിലെത്തുമ്പോൾ സീറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോവോ? ഇത് എൻ്റെ സീറ്റാണെങ്കിൽ കൊണ്ടുപോകണ്ടേ? എൻ്റെ സീറ്റാന്ന് നമുക്ക് തോന്നും. അതുപോലെ ഇത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. ഇത് എവിടെയാണ് കാണുക? ചിത്രകേതുവിൻ്റെ കഥയിൽ കാണാം. ചിത്രകേതു മഹാരാജാവിന് നാരദ മഹർഷി കാണിച്ചു കൊടുത്തില്ലേ? ഏതാ അച്ഛൻ, ഏതാ അമ്മ എന്നൊക്കെ കുട്ടി ചോദിച്ചു. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് തോന്നുക, അത് എൻ്റേതാണെന്ന് തോന്നുക, ഇത് നഷ്ടപ്പെട്ടാൽ എനിക്ക് ദുഃഖം വരുമെന്ന് തോന്നുക, ഇതൊക്കെ മായയുടെ സ്വഭാവമാണ്. അതാണ് അഹോ മായാബലം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ മായയിലാണ്, അല്ലേ? ഈ ബന്ധങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് അഹോ മായാബലം വിഷ്ണോ സ്നേഹബദ്ധമിതം ജഗൽ. ഈ ജഗത്ത് മുഴുവൻ സ്നേഹബദ്ധമാണ്. ഇതുകൊണ്ടാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്, സ്നേഹപാശമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഈ ലോകത്തിലെല്ലാ ദുഃഖത്തിനും കാരണം ഈ സ്നേഹമാകുന്ന കയറാണ്. എന്നാൽ സ്നേഹം കൂടാതെ ജീവിക്കാൻ പറ്റുമോ? ലോകത്തിലെല്ലാവരെയും വെറുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? സ്നേഹം കൂടാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്നേഹം ബന്ധത്തിന് കാരണമാവരുത്. സ്നേഹബദ്ധം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സ്നേഹം നല്ലതാണ്, സ്നേഹം ബന്ധനത്തിന് കാരണമാവരുത്. പലപ്പോഴും നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരതൻ ഒരു മാൻകുട്ടിയെ വളർത്തിയ കഥ നമുക്കറിയാലോ, അല്ലേ? ഭരതൻ ഒരു മാൻകുട്ടിയെ വളർത്തിയ കഥ കേട്ടില്ലേ? ഈ മാൻകുട്ടിക്ക് സ്വയം ജീവിക്കാറായപ്പോൾ ഭരതൻ അതിനെ വിട്ടയച്ചില്ല. പകരം എന്ത് ചെയ്തു? ഞാനില്ലെങ്കിൽ ഈ മാനിൻ്റെ കാര്യം കഷ്ടത്തിലാവും. മാനിനെ സ്നേഹിച്ചു. അവസാനം എന്തായി തീർന്നു? ഭരതൻ ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നില്ലേ? അല്ലേ? ഒരു മാൻകുട്ടിയെ സ്നേഹിച്ചതുകൊണ്ട് ഭരതന് വേണ്ട ഒരു ജന്മം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര ജന്മം എടുത്താലേ തീരുക? അല്ലേ? അപ്പൊ സ്നേഹബദ്ധമിതം ജഗൽ. ഈ ബന്ധനത്തിന് മുഴുവൻ കാരണം സ്നേഹമല്ല, സ്നേഹബദ്ധമാവുക. ഇംഗ്ലീഷിൽ പറഞ്ഞ ഒട്ടല്, ഈ അറ്റാച്ച്മെന്റ്. ഇത് എൻ്റേതാണ്. അപ്പോൾ അതിഥി ദേവിയുടെ മനസ്സിലും ഈ മായാബലം കൊണ്ടല്ലേ ദുഃഖം വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ക്വ ദേഹോ ഭൗതികോനാത്മാ. ഈ ദേഹം കേവലം ഭൗതികമാണ്, അത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നൊരു സാധനമാണ്. അത് എൻ്റേതാണെന്ന് നമുക്ക് തോന്നും. അതേപോലെ ക്വചാത്മാ പ്രകൃതേ പരാ. ആത്മാവ് ഈ പ്രകൃതിക്ക് അപ്പുറത്തുമാണ്. ആത്മസ്വരൂപിയായിട്ടുള്ള ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്ന് തെറ്റിദ്ധരിക്കുക എന്നല്ല അതിന് വാക്ക്. അധ്യാസം എന്ന് പറയും. ഇത് ഞാനാണെന്ന് ഉറപ്പിച്ചു. ഇത് പ്രമത്തസ്യഥാന്ന് ഹംസാവതാരത്തില് 12ാമത്തെ സ്കന്ധത്തില് ഹംസാവതാരം പറയുമ്പോൾ പ്രമത്തസ്യഥാഹൃതി എന്നാണ്. ഇതൊരു പ്രമത്തതയാണ്. എന്താ പ്രമത്തത എന്ന് പറഞ്ഞാൽ അറിയോ? മത്തൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഭ്രാന്ത് പിടിച്ചവൻ. പ്രമത്തൻ എന്ന് പറഞ്ഞാൽ അതാണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. ഇപ്പം എന്തുപോലെ വെച്ചാൽ നമുക്ക് സാധാരണ ഒരു രോഗം വന്നാൽ രോഗമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ തലവേദന വന്നാൽ തലവേദന ഉണ്ടെന്നറിയാം. ചുമ വന്നാൽ ചുമയുണ്ടെന്ന് നമ്മൾ മാത്രമല്ല നാട്ടുകാരും അറിയും, അല്ലേ? ചുമ വന്നാൽ. അപ്പോൾ ഒരു രോഗം വന്നാൽ ആ രോഗം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഭ്രാന്ത് വന്നാലോ? അറിയോ? എനിക്ക് ഭ്രാന്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്താണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, അല്ലേ? എന്ന പോലെ ഈ അധ്യാസം, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, അതങ്ങോട്ട് ഉറച്ചപ്പോൾ എന്ത് പറ്റി? ഇതെൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ കുട്ടികളാണ്, ബന്ധങ്ങൾ അങ്ങനെ ഉറക്കിയല്ലേ? അപ്പം ഇതെല്ലാം കാരണം കസ്യകേ പതിപുത്രാദ്യ. പിന്നെ എന്താ ഇതിനൊക്കെ കാരണം? മോഹ ഏവഹി കാരണം. വളരെ പ്രധാനമാണത്. മോഹ ഏവഹി കാരണം. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള അറിവ്, തെറ്റിദ്ധാരണ, അജ്ഞാനം. ഈ മോഹമില്ലാതാവുമ്പോഴാണ് മോക്ഷം. മോഹക്ഷയമാണ് മോക്ഷം. മോഹമില്ലാതായ മോക്ഷമായി. ഇതൊന്നും ഞാനല്ല, ഇതൊന്നും എൻ്റേതുമല്ല. ഈ ലോകത്തിൽ ഒരു വസ്തുവും ഞാനല്ല, ഒരു വസ്തുവും എൻ്റേതുമല്ല. എൻ്റേതെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ശരീരം എൻ്റേതാണെന്ന് വിചാരിക്കും. ശരീരം എൻ്റെ ആണോ? ശരിക്കും പറഞ്ഞാൽ ആണോ? എൻ്റെ ശരീരം നമ്മൾ പറയാറില്ലേ? ശരീരം എൻ്റെ അല്ല, ശരീരം പ്രകൃതിയുടേതാണ്. ഈ ശരീരത്തിനോടൊന്ന് വിശക്കരുതെന്ന് പറഞ്ഞു നോക്കൂ. ശരീരമേ, നിനക്കിനി വിശക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കോ? ശരീരത്തിനോട് ശ്വാസം വിടരുതെന്ന് പറഞ്ഞാൽ കേൾക്കോ? ശരീരത്തിനോട് വയസ്സാവരുതെന്ന് പറഞ്ഞാൽ കേൾക്കോ? എൻ്റേതാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇതൊന്നും എൻ്റെ അല്ല, പക്ഷെ എൻ്റേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നില്ല. ഇതാണ് മോഹം. അപ്പം ഇവിടെ കശ്യപ പ്രജാപതി അതിഥി ദേവിയോട് മാത്രം പറഞ്ഞതല്ല ഈ കാര്യം. പിന്നെ ആരോടാ?
നമ്മളോടൊക്കെ പറഞ്ഞതാ, മോഹ ഏവഹി കാരണം, സകല ദുഃഖത്തിനും കാരണം ഈ മോഹമാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിക്കുക, ഉള്ളതിനെ കാണാതിരിക്കുക. ആത്മസ്വരൂപത്തിനെ കാണാതെ ഈ ഭൗതിക ഭാവത്തിനെ കാണുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്നാൽ ഇതിൽ നിന്ന് മോചനം നേടാനൊരു വഴിയുണ്ട്. എന്താ വഴി? ഉപതിഷ്ഠസ്വപുരുഷം ഭഗവന്തം ജനാർദ്ദനം, ഭഗവാനെ സേവിക്കുക. സർവഭൂതഗുഹാവാസം വാസുദേവം ജഗൽഗുരും സവിധാസ്യതി തേ കാമാൻ. ഈ മോഹമില്ലാതാവാൻ എന്താ മാർഗം? ഇത് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തമാണ്. മോഹം അല്ലെങ്കിൽ അജ്ഞാനം ഇല്ലാതാവാൻ അജ്ഞാനത്തിനോട് യുദ്ധം ചെയ്താൽ അജ്ഞാനം ഇല്ലാതാവില്ല. വളരെ ശ്രദ്ധിക്കണം. അജ്ഞാനത്തിനോട് യുദ്ധം ചെയ്താൽ അജ്ഞാനം ഇല്ലാതാവില്ല. ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ ഇരുട്ടില്ലാതാവില്ല. ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ ഇരുട്ടില്ലാതാവുമോ? നിശബ്ദതയോട് യുദ്ധം ചെയ്താൽ നിശബ്ദത ഇല്ലാതാവില്ല. നിശബ്ദത ഇല്ലാതാവുന്നപ്പോഴാ ശബ്ദം ഉണ്ടാകുമ്പോഴാ. നിശബ്ദത ഉണ്ടാക്കാൻ സാധ്യമല്ല. നിശബ്ദത അതിൻ്റെ ശരിക്കുള്ള ഭാവമാണ്. എന്ന പോലെ ഈ പ്രപഞ്ച വിഷയങ്ങളെല്ലാം ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് നമ്മുടെ ശരിക്കുള്ള സ്വരൂപമല്ല. അപ്പം അതുകൊണ്ട് അതിനോട് യുദ്ധം ചെയ്താൽ അതൊരിക്കലും ഇല്ലാതാവില്ല. എന്തുപോലെ? ഇരുട്ടിനോട് യുദ്ധം ചെയ്യുന്ന പോലെ എന്ന് പറയും. ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ ഇരുട്ടില്ലാതാവോ? ഇരുട്ടില്ലാതാവാൻ എന്താ വഴി? വെളിച്ചം കൊണ്ടുവരാ. വേറെ വല്ല വഴിയുണ്ടോ? ആലോചിച്ചുള്ള അടുത്ത കൊല്ലം കാണുമ്പോൾ പറഞ്ഞാൽ മതി. പുതിയൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇരുട്ട് കളയാൻ ഞാൻ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാം. വെളിച്ചത്തിന് ഇരുട്ടിന് ഒരുമിച്ച് നിൽക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സൂര്യന് രാത്രി കാണാൻ പറ്റുമോ? രാത്രി ഒരു 10 മണിയാകുമ്പോൾ സൂര്യൻ രാത്രി കാണാൻ വരികയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? സൂര്യൻ രാത്രി കാണാൻ വന്നാൽ പറ്റില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടൊരു വലിയ തറവാട്. ആ തറവാട്ടിൽ എന്തോ ഒരു കല്യാണോ അങ്ങനെ എന്തോ ഒരു അടിയന്തരം നടക്കുകയാണ്. അന്നത്തെ കാലത്ത് ഈ ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇല്ലേ? പെട്രോൾ മാക്സ് എന്നൊരു സാധനം കണ്ടില്ലേ? അപ്പോൾ അവിടുത്തെ യജമാനൻ ഒരു ഗ്യാസ് ലൈറ്റ് കത്തിച്ച് ജോലിക്കാരൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഇയാൾ ഈ വിളക്കും തലയിൽ വെച്ച് അവിടെ മുഴുവൻ നടന്നു. എന്നിട്ട് പറഞ്ഞു ഇരുട്ട് കാണാനില്ല എന്ന്. കാണുമോ? ഇരുട്ട് കാണില്ല. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ട് കാണില്ല. അതായത് ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ ഇരുട്ട് പോവില്ല. അപ്പോൾ ഈ അജ്ഞാനം മോഹമില്ലാതാവൻ എന്താ മാർഗം? ഉപതിഷ്ഠസ്വപുരുഷം, ഭഗവാനെ ആശ്രയിക്കുക. ആ ഭഗവാൻ വാസുദേവം ജഗൽഗുരും. വാസുദേവൻ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു. സർവഭൂത ഗുഹാവാസം എന്നും പറഞ്ഞു. ഈ വാക്കൊക്കെ ഭാഗവതം ശരിക്കും ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പദങ്ങളും എടുത്തിങ്ങനെ മനനം ചെയ്യണം. അത് നമുക്കിങ്ങനെ ഒരു പ്രഭാഷണത്തിലൊന്നും അത് പറ്റില്ല. സ്വാദു പദേ പദേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഓരോ പദങ്ങളും സ്വാദാണ്. സർവഭൂത ഗുഹാവാസം, സകല ചരാചരങ്ങളിലെയും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ, എല്ലാത്തിലുമുണ്ട്. അവിടെ ഇരിക്കുക മാത്രമല്ല, വസതി ദ്യോതതി, അതാണ് വാസുദേവൻ. ഇരുന്നു കൊണ്ട് അതിനെങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ വാസുദേവൻ ആരാ? ജഗൽഗുരും. ആ പരമഗുരുവായിട്ടുള്ള ശ്രീ വാസുദേവനെ ആശ്രയിച്ചാലേ ഈ മോഹം ഇല്ലാതാവും. അല്ലാതെ മറ്റൊരു പരിഹാരവും നിർദ്ദേശിക്കാനില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെങ്കിൽ എന്താ മാർഗം? മരുന്ന് കഴിച്ചാൽ ശാശ്വത പരിഹാരം ആവില്ല. ജ്യോത്സ്യനെ കണ്ടാൽ ശാശ്വത പരിഹാരം ആവില്ല. മന്ത്രവാദം നടത്തിയ ശാശ്വത പരിഹാരം ആവില്ല. കുട്ടികളുണ്ടായാൽ ശാശ്വത പരിഹാരം ആവില്ല. ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഉപതിഷ്ഠസ്വപുരുഷം വാസുദേവം ജഗൽഗുരും. സർവേശ്വരനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ സർവപ്രകാരത്തിലും ശരണം പ്രാപിച്ചാൽ, അവിടുന്ന് ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാകുന്ന അന്ധകാരം നീഹാരമിവ ഭാസ്കര എന്ന് വേറെ സ്ഥലത്ത് പറയും. നീഹാരമിവ ഭാസ്കര. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ് കളയാൻ പിന്നെ വല്ലതും ചെയ്യണോ? വേണോ? വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഇരുട്ട് പോകാൻ മന്ത്രം ജപിക്കണോ? വിളക്ക് കൊളുത്തിച്ച് ഇരുട്ട് പോയി. എന്ന പോലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹൃദയത്തിൽ വന്നാൽ സാന്ദ്ര ആനന്ദാവബോധാത്മകം. ആ സാന്ദ്രാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനമില്ല. എന്നാലും അതിഥിയുടെ ആഗ്രഹം സാധിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അതിഥി ദേവിക്ക് ഒരു വ്രതം ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ പേരാണ് പയോവ്രതം. പയോവ്രതം എന്ന് പറഞ്ഞാൽ പയസ് എന്ന് വെച്ചാൽ പാല്, വെള്ളം എന്നും അർത്ഥമുണ്ട്. ആ പാലാണ് അഭിഷേകത്തിന് പാല്, നിവേദ്യത്തിന് പാൽപ്പായസം, ഇതൊക്കെ പാലിനാണ് പ്രാധാന്യം. അങ്ങനെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം, ഇതാണ് പയോവ്രതം.
ഈ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അവിടെ, വ്രതത്തിൻ്റെ നിയമങ്ങൾ. വ്രതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വരിക്കുക, ഒരു ലക്ഷ്യത്തിനെ സ്വീകരിക്കുന്നതാണ് വ്രതം. അപ്പോൾ 12 ദിവസം വളരെ നിഷ്ഠയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുക. എന്നിട്ട് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. ഒരു 9 ശ്ലോകത്തിലെ ഒരു മന്ത്രം, ഒരു സ്തുതി. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു 7 ശ്ലോകം, 9 ശ്ലോകം, അതായത് 29ാമത്തെ ശ്ലോകം മുതൽ 37ാമത്തെ ശ്ലോകം വരെ ഒരു സ്തുതിയാണ്. ഇപ്പോൾ പയോവ്രതം അനുഷ്ഠിക്കുമ്പോൾ ജപിക്കേണ്ട ഒരു സ്തോത്രം ഉപദേശിച്ചു കൊടുത്താണ്. അങ്ങനെ അതിഥി ദേവിക്ക് കശ്യപ പ്രജാപതി ഉപദേശിച്ചു കൊടുത്ത വ്രതമാണ് പയോവ്രതം എന്നർത്ഥം. അങ്ങനെ അതിഥി ദേവി ആ വ്രതത്തിൻ്റെ നിയമങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. അതിഥി ദേവി വളരെ ശ്രദ്ധയോടുകൂടി ആ വ്രതം അനുഷ്ഠിച്ചു. ഈ വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം. ഏത് കാര്യത്തിലും അതെ, ശ്രവണത്തിലും ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഗീത പറഞ്ഞത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. കേട്ടതുകൊണ്ട് മാത്രമായില്ല, കേൾക്കലൊക്കെ എല്ലാവരും കേൾക്കും. ഗുരുവായൂരപ്പം നമുക്ക് 2 ചെവി തന്നിട്ടുണ്ട്, ദൈവാധീനം കൊണ്ട് 2 നേർക്ക് നേരെയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? എഴുന്നു കൊടുത്താൽ മതി അല്ലേ? ഒരു കഥ കേട്ടില്ലേ? ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു ശില്പി 3 പാവകളെ കൊണ്ടു കൊടുത്തു എന്നാണ്. 3 പാവ, 3 ഒരുപോലെ, ഒരു വ്യത്യാസമില്ല, കണ്ടാൽ തിരിച്ചറിയില്ല. ഇത് നല്ലത് രാജാവ് എടുത്തോളാൻ പറഞ്ഞു. രാജാവ് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒരു വ്യത്യാസം കാണാനില്ല. മന്ത്രിമാരോട് ചോദിച്ചു, മന്ത്രിമാർ നോക്കിയിട്ടും വ്യത്യാസമൊന്നും കാണാനില്ല. അപ്പോൾ ബുദ്ധിമാനായിട്ടൊരു മന്ത്രി ഒരു ചെറിയ ഈർക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. ചെറിയൊരു ഈർക്കൽ. ഒരു പ്രതിമ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെവിയിൽ കൂടി ഈ ഈർക്കലിട്ടപ്പോൾ നേരെ അപ്പുറത്തേക്ക് വന്നു. ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രതിമ എടുത്ത് അതിങ്ങനെ ചെവിയുടെ ഉള്ളിൽ കൂടി ഈർക്കലിട്ടപ്പോൾ അത് വായിൽ കൂടി പുറത്തേക്ക് വന്നു. അത് കൊള്ളില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രതിമ എടുത്ത് ചെവിയിൽ കൂടി ഈർക്കലിട്ടപ്പോൾ അത് നേരെ ഉള്ളിലേക്ക് പോയി. ഇതാണ് നല്ല പ്രതിമ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കേട്ടാലേ പറയാം, അതിന് ഉള്ളിലേക്ക് പോകണം. അല്ലാതെ ഈ ചെവിയിൽ കൂടി കയറി ആ ചെവിയിൽ കൂടി പോയാൽ അത് ശ്രവണമല്ല. അപ്പം ശ്രദ്ധാവാൻ, ശ്രവണത്തിന് ശ്രദ്ധ വേണം. അതേപോലെ തന്നെ യാഗാദി കർമ്മങ്ങളിൽ ശ്രദ്ധ വേണം, പിതൃകർമ്മങ്ങളിൽ ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് ശ്രാദ്ധം എന്നൊരു വാക്ക്. പിതൃകർമ്മങ്ങൾക്ക് ശ്രാദ്ധം എന്നൊരു വാക്കില്ലേ? ശ്രദ്ധയാണ് പ്രധാനം. അതുപോലെ പൂജാതി കർമ്മങ്ങളിലും ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ. ഇവിടെ അതിഥി ദേവി വളരെ ശ്രദ്ധയോടുകൂടി വ്രതം അനുഷ്ഠിച്ചു എന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരമ്മ തനിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമല്ല, തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ്. നല്ല അമ്മമാരാണെങ്കിൽ അവനവന് വേണ്ടി ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധയുണ്ടാവും അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ. നല്ല അമ്മമാരാണെങ്കിൽ എന്നുള്ളതിൻ്റെ അടിയിലൊരു വരയിടണം. നല്ല അമ്മമാരാണെങ്കിൽ അവനവന് വേണ്ടി ചെയ്യുന്നതിന് ശ്രദ്ധയുണ്ടാവും കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ. അപ്പോൾ അതിഥി ദേവി തൻ്റെ കുട്ടികൾക്ക് വേണ്ടി അനുഷ്ഠിച്ച വ്രതമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വ്രതം അനുഷ്ഠിച്ചു. ശ്രദ്ധാനുരൂപം ഫലഹേതുകത്വാൽ. ശ്രദ്ധയ്ക്കനുസരിച്ച് ഫലം ഉണ്ടായി. 13ാമത്തെ ദിവസം ഭഗവാൻ പെട്ടെന്ന് മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷമായി അത്രേ. തസ്യ പ്രാദുരഭൂതാദാ ഭഗവാനാദിപൂരുഷ പീതവാസാ ചതുർബാഹു ശംഖചക്രഗദാധര. 4 തൃക്കൈകളിൽ ശംഖചക്രാദികളായിട്ടുള്ള ആയുധങ്ങളോടുകൂടി ഭഗവാന്റെ ദിവ്യങ്ങളുള്ള സ്വരൂപം അതിഥിയുടെ മുമ്പിൽ എങ്ങനെ തം നേത്രഗോചരം വീക്ഷ്യ. അതാണ് അത്ഭുതം. നേത്രഗോചരം, കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്. കണ്ണുകൊണ്ടല്ലാണ്ട് പിന്നെ എങ്ങനെ കാണാം? മനസ്സുകൊണ്ടും കാണാം അല്ലേ? ഇത് മനസ്സുകൊണ്ടല്ല, നേത്രഗോചരം വീക്ഷ്യ സഹസോദ്ധായ. അതിഥിദേവി വേഗം എഴുന്നേച്ച് നനാമഭുവികായേന ദണ്ഡവൽ പ്രീതി വിഹ്വല. ദണ്ഡ നമസ്കാരം ചെയ്തു അത്രേ. ഇനി അവിടെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ സ്ത്രീകൾ ദണ്ഡ നമസ്കാരം ചെയ്യാറില്ല അല്ലേ? സ്ത്രീകൾ ഇങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കുകയല്ലേ ഉള്ളൂ. എന്താ പിന്നെ ദണ്ഡ നമസ്കാരം ചെയ്തത്? 2 കാരണമുണ്ട്. ഈ കശ്യപ പ്രജാപതി വ്രതം ഉപദേശിക്കുമ്പോൾ ദണ്ഡ നമസ്കാരം ചെയ്യണം എന്നവിടെ പറയുന്നുണ്ട്. 2ാമത് ഭഗവാനെ കണ്ടപ്പോൾ ശരീരബോധം ഇല്ലാതായി. അതാണ് ദണ്ഡവൽ. ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അത്.
8ാമത്തെ ശ്ലോകം മുതൽ 10ാമത്തെ ശ്ലോകം വരെ 8, 9, 10 3 ശ്ലോകത്തിലാണ് 17ാമത്തെ അധ്യായത്തിൽ. തുടക്കം തന്നെ യജ്ഞേശ യജ്ഞപുരുഷ അച്യുത തീർത്ഥപാത തീർത്ഥശ്രവശ്രവണ മംഗള നാമധേയ ആവന്നലോക വൃജനോപശമോദയാദ്യാ ശന്നകൃതീശ ഭഗവന്യസിദീനനാഥ. ഇപ്പോൾ എല്ലാ ശ്ലോകം നോക്കണില്ല. ആ 3 ശ്ലോകത്തിലായിട്ട് 16 സംബോധനകളുണ്ട്. ആ 3 ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാം 16 സംബോധനകളാണ്. അതെന്താ? ഷോഡശകലാവാൻ പുരുഷ, ഈശ്വരന്റെ 16 കലകളെ സൂചിപ്പിക്കുന്നതാണത്രേ ആ 16 സംബോധനകൾ. അപ്പോൾ 3 ശ്ലോകമാണ് അവിടെ സ്തുതി. അവിടുന്ന് ജ്ഞാനം ച കേവലം അനന്ത ഭവന്തി ദുഷ്ടാൽ തൊത്തോ നൃണാങ്കു സപത്ന ജയാതിരാശി. അവിടുന്ന് ജ്ഞാനസ്വരൂപനാണ്. ഇങ്ങനെ അതിഥി ദേവി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ ക്ഷേത്രജ്ഞ സർവഭൂതാനാം ഇതി ഹോവാച ഭാരത എന്നാണ് അവിടെ. ക്ഷേത്രജ്ഞ സർവഭൂതാനാം. നിങ്ങളൊരു പുസ്തകം ഉണ്ടെങ്കിൽ നോക്കാം. 17ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകത്തിലാണ് ക്ഷേത്രജ്ഞ സർവഭൂതാനാം. ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ എല്ലാ ശരീരങ്ങളിലും ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും അറിയുന്ന ആ സർവേശ്വരൻ പറഞ്ഞു, ദേവമാതർ ഭവത്യാമേ വിജ്ഞാതം ചിരകാംക്ഷിതം. അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ച് അമ്മയുടെ ദുഃഖങ്ങളൊക്കെ തീർത്തോളാം എന്ന് പറയാണ്. ഇവിടെ എന്താ? അഥാപ്യുപായോ മമ ദേവി ചിന്ത എന്നാ ഭഗവാനോട്. ഉപായം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാ ഭഗവാൻ ഇത് പറഞ്ഞൂടെ? എന്താ ചെയ്യാൻ വേണമെന്ന് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ആരാ ഈ ബലി? ഇനി ബലിയുടെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രഹ്ലാദന്റെ പുത്രനാണ് ആരറിയോ? വിരോചനൻ. വിരോചനന്റെ പുത്രനാണ് ബലി. അപ്പൊ പ്രഹ്ലാദിന് ഭഗവാൻ വരം കൊടുത്തു. ന വധ്യോമേ തവാന്വയ. പ്രഹ്ലാദിനെ പോലൊരു ഭക്തൻ ഉണ്ടായതുകൊണ്ട് അസുരവംശം തന്നെ പവിത്രമായി. 21 തലമുറ ഞാൻ രക്ഷിച്ചോളാം. അങ്ങയുടെ വംശത്തിൽപ്പെട്ട എല്ലാവരും ന വധ്യോമേ, അവരാരും എനിക്ക് വധ്യന്മാരല്ല എന്ന് ഭഗവാൻ വരം കൊടുത്തിട്ടുണ്ട്. ഇത് 3ാമത്തെ തലമുറയിലേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ തന്നെ എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് തോന്നും. അഥാപ്യുപായോ മമ ദേവി ചിന്യ സന്തോഷിതസ്യ വ്രതചര്യാദേ മമ അർച്ചനം നാർഹതി ഗന്ധമന്യഥാ ശ്രദ്ധാനുരൂപം ഫലഹേതുകത്വാൽ. ശ്രദ്ധയ്ക്കനുസരിച്ച് ഫലം ഉണ്ടാവും. അതുകൊണ്ട് സ്വാംശേന പുത്രത്വം ഉപേത്യ, ഞാൻ തന്നെ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ച് അമ്മയുടെ ദുഃഖങ്ങളൊക്കെ തീർത്തോളാന്ന് വരം കൊടുക്കുകയാണ്. ഭഗവാന്റെ കൃഷ്ണാവതാര സന്ദർഭത്തിൽ ഈ കഥ അനുസ്മരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഭഗവാൻ ഇവരുടെ പുത്രനായിട്ട് അവതരിച്ചു എന്നാണ്. ആദ്യം പൃശ്നിഗർഭൻ എന്നുള്ള പേരിൽ, 2ാമത് വാമനനായിട്ട്, 3ാമത് കൃഷ്ണാവതാരം. അങ്ങനെ 3 അവതാരങ്ങളാണ്. അപ്പോൾ ഞാൻ തന്നെ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ച് അമ്മയുടെ ദുഃഖങ്ങളൊക്കെ തീർത്തോളാം. നൈതസ് പരസ്മ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ജന എന്നും കൂടി പറഞ്ഞു. എന്നെ കണ്ട കാര്യം ആരോടും പറയണ്ടെന്ന്. അതെന്ത്? ചോദിച്ചാലും കൂടി പറയണ്ടെന്ന്. പൃഷ്ടയാപിച്ച് ആരെങ്കിലും ചോദിച്ചാലും പറയണ്ട. കാരണം ദേവഗുഹ്യം സുസംവൃതം. ഇതൊക്കെ ഈശ്വര സങ്കല്പങ്ങളാണ്. ഈശ്വരന്റെ സങ്കല്പത്തിനെ നമുക്കറിയാൻ സാധ്യമല്ല. നമ്മളുടെ സങ്കല്പങ്ങളൊക്കെ ചെറുതാണ്. ഈശ്വരന്റെ സങ്കല്പവും, ഈശ്വരൻ സർവജ്ഞനും നമ്മളൊക്കെ അല്പജ്ഞന്മാരും. അല്പജ്ഞന്മാർക്ക് സർവജ്ഞന്റെ സങ്കല്പത്തിനെ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതൊക്കെ ദേവഗുഹ്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും ആരോടും ചർച്ച ചെയ്യണ്ട. ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഈശ്വരാനുഭൂതി നമുക്കുണ്ടായാൽ ഇത് മറ്റുള്ളവരോട് ചർച്ച ചെയ്യണ്ട. പല ആളുകളൊക്കെ അങ്ങനെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് സിദ്ധികളെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു സിദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഈ സിദ്ധിയെക്കുറിച്ച് ആരോടും പറയരുതെന്നാണ്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെയല്ല. കാലക്ഷപണഹേതവ എന്നാണ്. എന്തെങ്കിലും സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അത് വയറ്റിപ്പഴപ്പിന് ഉപയോഗിക്കും. പക്ഷെ സിദ്ധികളും ഈശ്വരാനുഭൂതിയൊക്കെ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചില്ല എന്ന് വരും, ഇല്ലേ? ഇപ്പം നമുക്ക് ഭഗവാനെ സേവിക്കുന്ന ആളുകൾക്കൊക്കെ പല വിധത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഉണ്ടായിന്ന് വരും. ഇത് വേറെ ആരോടും പറയരുതെന്നാണ്. ആരോടും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അതിഥിക്കുണ്ടായ ഈ ഈശ്വരാനുഭവം അതിഥിയുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. എന്നാ ആരോടും പറയരുത്. നൈതൽ പരസ്മ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ജന. ചോദിച്ചാലും കൂടി ആരോടും പറഞ്ഞു കൊടുക്കണ്ടെന്നാണ് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു. പിന്നീട് അതിഥി ദേവി ഗർഭിണിയായി. കശ്യപ തേജസ് അതിഥിയിൽ പ്രവേശിച്ചു. അതിഥി ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ
ദേവന്മാർ വന്ന് സ്തുതിക്കുന്ന ഒരു സ്തുതി ഉണ്ട് അവിടെ. അത് വളരെ വിശിഷ്ടമായിട്ടുള്ള സ്തുതിയാണ്. ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ നമസ്തേ പ്രശ്നഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ടായ ശിപിവിഷ്ടായ വിഷ്ണവേ. ദേവന്മാർ സ്തുതിക്കുകയാണ്. അവിടുന്ന് ജയോ ഉരുഗായ ഭഗവൻ ഉരുക്രമ, ഭാവിയിൽ ഭഗവാൻ ചെയ്യാൻ പോകുന്ന ആ കർമ്മത്തിനൊന്ന് സൂചിപ്പിക്കുകയാണോ എന്ന് തോന്നും. ഉരുക്രമ, 3 ലോകങ്ങളും നിറയുന്ന സർവേശ്വര. അവിടുന്ന് ഒരമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയല്ലേ. ഗർഭവാസമില്ലാത്ത ഭഗവാൻ ഒരമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്ന രംഗങ്ങൾ വളരെ കുറവാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ നാടകം. അതല്ലേ ആ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഉത്തരാഗർഭത്തിൽ ഭഗവാൻ പ്രവേശിച്ചില്ലേ അല്ലേ? അതുപോലെ ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ഏത് വേഷവും കെട്ടും. ജയ ഉരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമസ്തേ പുഷ്ണിഗർഭായ വേദഗർഭായ വേദസേ. ഒരു സംബോധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വേദഗർഭനായ, വേദം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പരമകാഷ്ഠയാണ് വേദം. വേദങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന ശ്രീഗുരുവായൂരപ്പൻ അതിഥിയുടെ ഗർഭത്തിൽ, പൃശ്നിയുടെ ഗർഭത്തിൽ ഇതിനു മുമ്പ് പ്രകാശിച്ചു. ഇപ്പൊ അതിഥി ഗർഭത്തിൽ പ്രകാശിക്കുന്നു. പൃശ്നിഗർഭായ വേദഗർഭായ വേദസേ ത്വമാതിരന്തോ ഭുവനസ്യ മധ്യം അനന്തശക്തിം പുരുഷം യമാഹോ. അവിടേക്ക് ജനനമരണങ്ങളില്ല, ആദിയും അന്ത്യവും മധ്യവുമില്ല. അങ്ങനെയുള്ള സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി അതിഥി ഗർഭത്തിൽ പ്രവേശിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നതും അത് കഴിഞ്ഞാണ് ഭഗവാന്റെ വാമനാവതാരം. ഈ വാമനാവതാരം നടന്ന ദിവസമാണ് നമ്മളുടെ ചിങ്ങമാസത്തിലെ തിരുവോണം. ഇപ്പൊ കഴിഞ്ഞ ഓണക്കാലത്ത് ഇതിനെക്കുറിച്ച് വലിയ ബഹളം ഉണ്ടാക്കി അല്ലേ. വാമനാണ് പ്രാധാന്യം, പിന്നെ മഹാബലിക്കാണ് പ്രാധാന്യം. ശരിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണം ആര് തർക്കിച്ചാലും വാമനാവതാരം നടന്ന ദിവസമാണ്. ശ്രോണായാം ശ്രവണദ്വാദശ മുഹൂർത്തെ അഭിജിതി പ്രഭു എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ശ്രാവണമാസത്തിലെ, അതായത് നമ്മുടെ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ദ്വാദശിയും തിരുവോണവും ചേർന്ന ദിവസം അഭിജിത്ത് എന്ന പേരായിട്ടുള്ള മുഹൂർത്തം. ആ മുഹൂർത്തത്തിന് വിജയ നാമസാ പ്രോക്ത, വിജയ എന്നും കൂടി ആ മുഹൂർത്തത്തിന് പേരുണ്ടെന്ന് പറയും. അഭിജിത്ത് ആ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ചതുർഭുജ ശംഖഗദാബ്ജചക്രപിശംഗവാസ നളിനായ ദേക്ഷണ. അവതാര സമയത്ത് ചതുർഭുജ, 4 തൃക്കൈകളോടുകൂടി ശംഖഗദാബ്ജചക്രപിശംഗവാസ നളിനായ ദേക്ഷണ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം. അങ്ങനെയാണ് ഭഗവാന്റെ അവതാരം. അവതാര സമയത്ത് ചതുർബാഹുവായി മഹാവിഷ്ണു സ്വരൂപത്തിലാണ് അതിദേവിക്ക് ദർശനം കൊടുത്തത്. കാരണം അതിഥി ധ്യാനിച്ചത് ആ രൂപത്തിനെയാണ്. ഏത് രൂപത്തിലാണോ ഭക്തൻ ധ്യാനിക്കുന്നത് ആ രൂപത്തിലാണ് ഭഗവാന്റെ ദർശനം. അതിഥി ദേവി ഭഗവാൻ രൂപം അങ്ങനെ കാണുകയാണ്. ആ രൂപം കണ്ട് അതിഥി ദേവിക്ക് എന്താ ചെയ്യേണ്ടത്? നമസ്കരിക്കണോ, കെട്ടിപ്പിടിക്കണോ? സ്വന്തം പുത്രനല്ലേ. അതിദേവി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് ശംഖഘോഷങ്ങളൊക്കെ മുഴങ്ങുക, പ്രീതാശ്ചാപ്സസോ നൃത്യൻ, അപ്സരസുകൾ നൃത്തം ചെയ്യുക, ഗന്ധർവന്മാരെ സ്തുതിക്കുക. അങ്ങനെ ആദിത്യ ആശ്രമപദം കുസുമയി സമവാകിരൻ. അതിഥിയുടെ ആശ്രമത്തിൽ പുഷ്പവൃഷ്ടി ഉണ്ടായി അത്രേ. ആരെ പുഷ്പവൃഷ്ടി ചെയ്തത്? ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ്. ആ അതിഥിയുടെ ആശ്രമം പുണ്യാശ്രമമായിട്ട് മാറി. ഭഗവാന്റെ അവതാരം കഴിഞ്ഞതോടുകൂടി അതിഥിയുടെ ആശ്രമം പുണ്യാശ്രമമായി. അങ്ങനെ ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ തിരുവോണവും ദ്വാദശിയും ചേർന്ന ദിവസം ഭഗവാൻ മഹാവിഷ്ണു സ്വരൂപത്തിൽ കാണപ്പെട്ടു എന്നർത്ഥം. പിന്നെ മഹാവിഷ്ണുവായിട്ടാണ് കണ്ടത്. പെട്ടെന്ന് അതിഥി ദേവി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാൻ രൂപം മാറി. ബഭൂവതേനൈവ സ വാമനോ വടു സംപശ്യതോർ ദിവ്യഗതിര്യഥാ നട. ഒരു നടൻ വേഷം മാറുന്നത് പോലെ പെട്ടെന്ന് ഭഗവാൻ രൂപം അങ്ങോട്ട് മാറിയത്രേ. ഒരു വാമനനായി, ഒരു പൊക്കം കുറഞ്ഞ കുട്ടിയുടെ രൂപത്തിലായി എന്നർത്ഥം. പൊക്കം കുറഞ്ഞ കുട്ടിയാണ് വാമനൻ. വാമനൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. വാമം എന്ന് പറഞ്ഞാൽ വൽഗു ശരീരം അസ്യ ഇതി വാമന. വൽഗു എന്ന് വെച്ചാൽ മനോഹരമായ ശരീരം ഉള്ളത് കൊണ്ട് വാമനൻ. പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് വാമനൻ. പല അർത്ഥത്തിലാണ്.
ഈ വാമനന്റെ ശരീര സൗന്ദര്യം പിന്നൊരു സ്ഥലത്ത് വർണ്ണിക്കുന്നുണ്ട്. രൂപാനുരൂപാവയവം. എന്താ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? സൗന്ദര്യ സങ്കല്പം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് അല്ലേ? ഒരാൾക്ക് സൗന്ദര്യമായിട്ട് തോന്നാം, വേറൊരാൾക്ക് വിരൂപമായിട്ട് തോന്നാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ സങ്കല്പത്തില് താമരതൾ പോലെയുള്ള കണ്ണുകളും എള്ളിൻ പോലെയുള്ള മൂക്കും ഒക്കെ ആയാൽ സൗന്ദര്യമായി. ഒരു ചൈനക്കാരുടെ സങ്കല്പത്തിലോ ഒരു ജപ്പാൻകാരന്റെ സങ്കല്പത്തിലോ അപ്പൊ സൗന്ദര്യ സങ്കല്പമൊക്കെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. പക്ഷെ ഇവിടെ സൗന്ദര്യത്തിനെ കുറിച്ചല്ല പറഞ്ഞു. രൂപാനുരൂപാവയവം. ഓരോ രൂപത്തിനും അല്ലെങ്കിൽ ഓരോ അവയവവും അതിന്റെ അനുപാതം. അതാണ് അവിടെ വാമനൻ. വൽഗു ശരീരം, വൽഗുവായ ശരീരം ഉള്ളതുകൊണ്ട് വാമനൻ. പെട്ടെന്നൊരു പൊക്കം കുറഞ്ഞ ഒരു ബ്രാഹ്മണകുമാരനായിട്ട് മാറിയെന്നർത്ഥം. ഉടനെ തന്നെ ഉപനയനം കഴിച്ചു എന്ന് പറയും. ഇനി ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൂണൂലിടുക എന്നാണ് സാധാരണ ഒരു ചടങ്ങ്. സമീപേ, സമീപത്തേക്ക് നയിക്കുക എന്നർത്ഥം. ഒരു ബ്രാഹ്മണകുമാരനെ വേദം അഭ്യസിക്കാൻ വേണ്ടി ഗുരുവിന്റെ സമീപത്തേക്ക് അയക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ വേദ പഠനത്തിന് അധികാരിയാക്കി തീർക്കുന്ന ചടങ്ങാണ് ഉപനയനം. ഉപനയനം എന്നുള്ളതിന് കണ്ണെന്നും അർത്ഥമുണ്ട്, ജ്ഞാനദൃഷ്ടി തുറക്കുക എന്നും അർത്ഥം ഉപനയനം. അപ്പോൾ ഉപനയനത്തിന് വേണ്ട സാധനങ്ങൾ വേണ്ടേ? ഇപ്പൊ പെട്ടെന്നൊരു ഉപനയനം നടത്തണമെങ്കിൽ അതിനുവേണ്ട സാധനങ്ങളൊക്കെ എവിടെ നിന്നുണ്ടായി? അതൊക്കെ ഓരോരുത്തർ കൊണ്ടു കൊടുത്തു അത്രേ. ബൃഹസ്പതി ബ്രഹ്മസൂത്രം. ബൃഹസ്പതിയാണ് ബ്രഹ്മസൂത്രം കൊടുത്തതെന്ന് പറയും. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ പൂണുനൂല്. യജ്ഞോപവീതം പരമം പവിത്രം. പൂണു എന്നുള്ള വാക്കിന് പവിത്രമായതെന്ന് അർത്ഥം. പവിത്രമായ നൂലായതുകൊണ്ടാണ് അതിന് ഇതിന്റെ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നവരൊക്കെ ഇതിന്റെ മഹത്വം അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കരുത് കേട്ടോ, അല്ലേ? ഇല മുറിക്കാനും പുറഞ്ചൊറിയാനും താക്കോല് കെട്ടി തൂക്കാനും അല്ലേ, അങ്ങനെ കൂടെ നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് വേറെ. ശരിക്കും അത് 3 ഇഴകള് പ്രണവത്തിന്റെ 3 സ്വരങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ യജ്ഞോപവീതം പരമം പവിത്രം. ഇപ്പൊ ബൃഹസ്പതിയാണ് ബ്രഹ്മസൂത്രം കൊടുത്തത്. സാവിത്രിം സവിതാ ബ്രവിൽ. സാവിത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഗായത്രി. ഗായത്രി നമ്മൾ പറഞ്ഞാലും ശരിക്കും ആ മന്ത്രത്തിന്റെ പേര് സാവിത്രി എന്നാണ്. ഗായത്രി എന്നുള്ളൊരു വൃത്തമാണ്. 24 മാത്രമുള്ള വൃത്തമാണ് ഗായത്രി. ഗായത്രി വൃത്തത്തിലായതുകൊണ്ട് അതിനെ ഗായത്രി എന്ന് പറയും. സവിതാവിനെ സംബന്ധിച്ച മന്ത്രമായതുകൊണ്ട് സാവിത്രി എന്ന് പറയും. അപ്പൊ സാവിത്രിയും സവിത. സവിതാവാണ് സാവിത്രി ഉപദേശിച്ചു കൊടുത്തത്. അതുപോലെ മേഖലാം കശ്യപോ ദദാൽ. കശ്യപൻ ആണ് മേഖല കൊണ്ടുള്ള, മേഖല പുല്ല്, അരിഞ്ഞാണം കിട്ടുന്ന മേഖല പുല്ലാണ്. മേഖലാം ദദൗ കൃഷ്ണാജിനം ഭൂമിർ. കൃഷ്ണാജിനം എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണ മൃഗത്തിന്റെ തോല്, കൃഷ്ണാജിനം. ദദൗ കൃഷ്ണാജിനം ഭൂമിർ ദണ്ഡം സോമോ വനസ്പതി. ദണ്ഡം, ബ്രഹ്മചാരികളിൽ ദണ്ഡ് വേണം. ദണ്ഡ് സോമൻ കൊടുത്തു. കമണ്ഡലം വേദഗർഭ. വേദഗർഭൻ ബ്രഹ്മാവ് എന്ത് കൊടുത്തു? കമണ്ഡൽ കൊടുത്തു. അതേപോലെ തന്നെ കുശാൻ സപ്തർഷയോദതു. സപ്തർഷികളെ കുശപ്പുല്ല് കൊടുത്തു. അക്ഷമാല മഹാരാജ സരസ്വതി അവ്യയാത്മന. സാക്ഷാൽ സരസ്വതി ദേവി അക്ഷമാല കൊടുത്തു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിദേവി നോക്കുമ്പോഴാണ് ഒരു കുഴപ്പം. നാണം മറച്ചിട്ടില്ല. അപ്പൊ അതിഥിദേവി എന്ത് ചെയ്തു എന്നറിയോ? കൗബീരാച്ഛാദനം മാധ. അതിഥിദേവി ഒരു കൗബീരം കൊടുത്തു അത്രേ. അങ്ങനെ വേഷം കെട്ടൊക്കെ കേമായി. അപ്പോഴാണ് കുബേരൻ്റെ ഒരു ഭിക്ഷാപാത്രം കൊടുത്തു. ഭിക്ഷാപാത്രം കുബേരനാണ് കൊടുത്തത്. സാധാരണ ഇന്നും ഉപനയനം കഴിഞ്ഞാൽ ഈ ഉപനയനിച്ച ഉണ്ണി അമ്മയുടെ അടുക്കിലേക്കാണ് ചെല്ലുക. ഭവതി ഭിക്ഷാം ദേഹി. അമ്മ ഭിക്ഷ കൊടുക്കണമെന്നാണ്. ഈ ഉപനയനം ബ്രാഹ്മണർക്ക് മാത്രമല്ല, ത്രൈവർണികന്മാർക്കൊക്കെ ഉപനയനമുണ്ട്. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഉപനയനമുണ്ട്. അതുകൊണ്ടാണ് ത്രൈവർണികന്മാരെന്ന് പറയുക. ഉപനയനം 3 കൂട്ടർക്കും ഉണ്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വേദാധികാരികളുമാണ്. ഇപ്പം ആളങ്ങനെയല്ല, ബ്രാഹ്മണർക്ക് മാത്രമേ വേദാധികാരിയുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അത് ശരിയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഗായത്രി ഉപദേശം 3 കൂട്ടർക്കും ഉണ്ട്. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഗായത്രി ഉപദേശമുണ്ട്. ഗായത്രി വേദമാതാവാണ്. അപ്പൊ വേദമാതാവായിട്ടുള്ള ഗായത്രി ഉപദേശിക്കാമെങ്കിൽ പിന്നെ വേദം ഉപദേശിച്ചൂടെ? അപ്പൊ എല്ലാവരും ശരിക്കും വേദാധികാരികളാണ്. അപ്പൊ 3 കൂട്ടർക്കും ഉപനയനുണ്ട്. പക്ഷെ ചടങ്ങിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോ ബ്രാഹ്മണൻ ഈ അമ്മയുടെ മുമ്പിൽ ഭിക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഭവതി ഭിക്ഷാം ദേഹി എന്നാണ് പറയാ. ക്ഷത്രിയനാകുമ്പോൾ ഭിക്ഷാം ഭവതി ദേഹി എന്നാണ് പറയാ. വൈശ്യനാകുമ്പോൾ ഭിക്ഷാം ദേഹി ഭവതി എന്നാണ് പറയാ. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ദണ്ഡിനും വ്യത്യാസമുണ്ട്. ബ്രാഹ്മണന്റെ കയ്യിലുള്ള ദണ്ഡെന്ന് പറഞ്ഞാൽ വടി. അത് വലിയ മുട്ടം വടിയൊന്നുമല്ല. ഈ ചെറുവലിന്റെ വണ്ണത്തില്
ഒരു മുഴം നീളമുള്ള ഒരു പ്ലാശിന്റെ കൊമ്പാണ് ബ്രാഹ്മണന്റെ ദണ്ട്. ക്ഷത്രിയർക്കാകുമ്പോൾ വ്യത്യാസമുണ്ട്, വൈശ്യർക്കും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ കൊടുത്തു. ഇവിടെ ആരാ ഭിക്ഷ കൊടുത്തത്? സാധാരണ അമ്മയാണ് ഭിക്ഷ കൊടുക്കേണ്ടത്. ഇവിടെ ഭിക്ഷ കൊടുത്തത് ഉമാദാത് അംബികാസതി, സാക്ഷാൽ അന്നപൂർണേശ്വരിയാണ് ഇത്ര ഭിക്ഷ കൊടുത്തത്. അതെന്താ? ഇനി വലിയൊരു ഭിക്ഷ വാങ്ങാൻ പോവല്ലേ, നിറഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ച് അമ്മ തന്നെ ഭിക്ഷ കൊടുത്തു അത്രേ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ അഗ്നികാര്യങ്ങളൊക്കെ ചെയ്ത് ബലിയുടെ യാഗശാലയിലേക്കുള്ള ഭഗവാന്റെ യാത്രയാണ്. ബലി എവിടെയാണ് യാഗം നടത്തുന്നത് അറിയോ? ആ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. ഈ ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബലി യാഗം. ഭൃഗുകച്ഛം അതെവിടെ? നർമ്മദായാത്തട ഉത്തരേ ബലിർ, നർമ്മദാ നദിയുടെ വടക്കേ തീരത്ത് ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബലിയുടെ യാഗം. ഈ പേര് ഓർമ്മ വയ്ക്കണം, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആവശ്യം വരും. എവിടെയാ? നർമ്മദാ തീരത്ത് ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നർമ്മദയുടെ വടക്കേ തീരത്ത് ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബലിയുടെ 100ാമത്തെ അശ്വമേധയാഗം. ഈ യാഗശാലയിലേക്ക് ഭഗവാൻ ഇവിടെ അഗ്നികാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം യാഗശാലയിലേക്ക് ഭഗവാന്റെ ഒരു യാത്രയുണ്ട്. നേരത്തെ പറയുമ്പോൾ ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം എന്നാണ്. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം. ഭാഗവത്തെ പറയുമ്പോൾ ഭാരേണകാം സന്നമയൻ പദേ പദേ. ഓരോ ചുവട് വയ്ക്കുമ്പോൾ ഭൂമി എങ്ങനെ ചെരിയും, അല്ലെങ്കിൽ ഭൂമി എങ്ങനെ അളന്നു പോകണ പോലെ എന്ന്. അതെന്താ? ഇനി അവിടെ ചെന്ന് വലിയൊരു അളവ് നടത്താനുള്ളതല്ലേ, അതിപ്പോഴേ പരിശീലിക്കുകയാണെന്ന് തോന്നും. ഭാരേണകാം സന്നമയൻ പദേ പദേ. ഇനി വേറൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ഭൂമി രസാതലത്തിൽ ആണ്ടുപോയ സമയത്ത് വരാഹമൂർത്തിയായിട്ട് ഭഗവാനല്ലേ ഈ ഭൂമിയെ ഉയർത്തിയത് അല്ലേ? അതിനുശേഷം ഒരുപാട് പേര് ഭൂമിയെ ഭരിച്ചു. എല്ലാവരും കൂടി ഭരിച്ച് എൻ്റെ ഭൂമിയുടെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഭഗവാന്റെ സംശയം. ഒന്ന് അളന്നു നോക്കിയേക്കാൻ തീരുമാനിച്ചിട്ടാണ് അത്രേ ഭാരേണകാം സന്നമയൻ പദേ പദേ. അങ്ങനെ ഭൂമിദേവിയെ തൻ്റെ പാദം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ യാത്ര എന്നർത്ഥം. ബലിയുടെ യാഗശാലയിലേക്ക് ചെന്നു. അവിടെയാണെങ്കിലോ അനേകം മഹർഷിമാര്, പുരോഹിതന്മാര്, ഗംഭീരമായിട്ടുള്ള യാഗശാല. ഭഗവാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. സൂര്യക്കിലായാത്യുതവാവിഭാവസോ സനൽകുമാരോ ദദൃക്ഷയാകൃതോ. സൂര്യഭഗവാൻ വരികയാണോ, അതുപോലെ തന്നെ സനൽകുമാര മഹർഷി വരികയാണോ, അഗ്നി വരികയാണോ ഒക്കെ സംശയിച്ചു പോയി അത്രേ. കാരണം അതി തേജസ്വിയായിട്ടൊരു ബ്രഹ്മചാരി. അത്ഭുതത്തോടുകൂടി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബലി മുമ്പോട്ട് ചെന്ന് ആ ബ്രഹ്മചാരിയുടെ കാല് കഴിച്ച് സ്വീകരിച്ചു എന്ന് പറയാണ്. ഇവിടെയാണ് മേൽപ്പത്തൂർ പറയും ബലിയുടെ ഒരു മഹാഭാഗ്യം അല്ലേ. ഇങ്ങനെ ഭഗവാന്റെ കാല് കഴിയിക്കാൻ എത്ര പേർക്ക് ഭാഗ്യം കിട്ടി? വിരലെണ്ണാവുന്നവർക്കേ ഉള്ളൂ അല്ലേ. ഇവിടെ ബലിക്ക് ഭഗവാന്റെ കാല് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാം ബ്രഹ്മാവിന് കമണ്ഡല ജലം കൊണ്ട് ഭഗവാന്റെ കാല് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. രാജസൂയയാഗത്തിൽ ധർമ്മപുത്ര മഹാരാജാവിന് ഭഗവാന്റെ കാല് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഒരാൾക്ക് ഭാഗ്യം കിട്ടി, യശോദയിലേക്ക്, അമ്പാടിയിലെ യശോദാമ്മയ്ക്ക് എത്ര പ്രാവശ്യം ആ ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞിക്കാല് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. ഈ ഭാഗ്യം ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. അഹോഭാഗ്യം, ധർമ്മപുത്ര മഹാരാജാവിന്റെ ഭാഗ്യം. പ്രഹ്ലാദവംശജയാ കൃതഭൃദ്വിജേഷു വിശ്വാസതോനു തദിദം ദിതിജോഭിലേഭേ യത്തേ പദാംബുജരസ ഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയപാലയേധാന്ന് മേൽപ്പത്തൂര്. എന്തൊരു ഭാഗ്യം! ഭഗവാന്റെ കാല് കഴിക്കേണ്ട ഭാഗ്യം ബലിക്ക് കിട്ടിയില്ലേ. ബലി വേഗം ഭഗവാനെ കാല് കഴിച്ചു സ്വീകരിച്ച് ആ ഉയർന്ന ഒരു പീഠത്തിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ. ഹേ ബ്രഹ്മചാരി, ഉണ്ണിക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങ് യാഗശാലയിൽ വന്നതോടുകൂടി ഈ യാഗശാല പവിത്രമായിട്ട് തീർന്നു. അങ്ങക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. യദ്യദ്വടോ വാഞ്ചതൽപ്രതീക്ഷമേ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം. പശുക്കളെ വേണോ, ഭൂമി വേണോ, സ്വർണം വേണോ, ഭക്ഷണം വേണോ? അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ചോദിച്ചു, കന്യ എന്ന്. വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ വേണമെന്ന്. അങ്ങനെ ചോദിക്കാമോ? ഒരു ബ്രഹ്മചാരി കടന്നു വരുമ്പോൾ കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ വേണമെന്ന്. അപ്പോൾ ഇവിടെ കല്യാണം കഴിക്കാത്ത കുറേ എണ്ണം ഇവിടെ ഇരിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് അർത്ഥം. അതല്ല, അത് അവിടെ വലിയൊരു രഹസ്യമുണ്ട്. ബ്രഹ്മചാരികൾ 2 വിധത്തിലാണ്, നൈഷ്ഠികന്മാരും ഉപകുർവാണന്മാരും. ഉപകുർവാണൻ, നൈഷ്ഠികൻ.
നൈഷ്ഠികൻ എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചര്യാശ്രമം സ്വീകരിച്ച് പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ സന്യാസത്തിലേക്കോ അങ്ങനെ പോകുന്നവരാണ് നൈഷ്ഠിക ബ്രഹ്മചാരികൾ. അത് എന്നും ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന നൈഷ്ഠികൻ. ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് വിവാഹത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് ഉപകുർവാണൻ. അപ്പൊ ഈ ബ്രഹ്മചാരി ഏത് വിഭാഗമാണെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഔചിത്യമില്ല. ഒരു ബ്രഹ്മചാരി കയറി വരുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാലോ അല്ലേ? അപ്പൊ അതല്ല അവിടെ അർത്ഥം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങയുടെ ചോദ്യമൊക്കെ വളരെ നന്നായി. അങ്ങയെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. അങ്ങയുടെ പൂർവ്വന്മാരൊക്കെ മഹാദാനശീലന്മാരായിരുന്നു എന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഒന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന പദാണി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാനിമേ, എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി മണ്ണ് മതി എന്നായി. ഇത് കേട്ടപ്പോൾ ബലി ഉറക്കം കണ്ട് ചിരിച്ചു അത്ര. ഹാ 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 എന്ന് ചിരിച്ചു. ത്വം ബാലോ ബാലിശമതി. കുട്ടിയുടെ ശരീരം ചെറുതാണെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടാവുന്ന വിചാരിച്ച്. ശരീരം പോലെ തന്നെയാണ് ബുദ്ധിന്ന്. ത്വം ബാലോ ബാലിശമതി. ഞാൻ ആരാന്നാ അങ്ങ് വിചാരിച്ചത്? ത്രിലോക ചക്രവർത്തിയായിട്ടുള്ള ബലിയുടെ മുമ്പിൽ വന്ന് 3 അടി മണ്ണ് ചോദിക്കാൻ അങ്ങക്ക് നാണല്ലേ എന്നാ ചോദിച്ചത് അല്ലേ? ഒരു മഹാപ്രഭു, ഒരു കോടീശ്വരനായിട്ടൊരാളുടെ ചെന്നിട്ട് 1 രൂപ തരാമെന്ന് ചോദിച്ചാലോ? അത് ചോദിക്കുന്ന ആൾക്കും അപമാനമാണ്, കൊടുക്കുന്ന ആൾക്കും അപമാനമല്ലേ? അത് മാത്രമല്ല, ബലി പറഞ്ഞു, എന്നെ ആശ്രയിച്ചിട്ടുള്ള ഒരാള് നാളെ മറ്റൊരാളെ ആശ്രയിക്കാൻ ഇടയാവരുത്. മാം വജോഭിസമാരാധ്യ. വാക്കുകൊണ്ടെങ്കിലും എന്നെ ആശ്രയിച്ചിട്ടുള്ള ഒരാള് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ ഇടയാവരുത്. അങ്ങനെ കൈനീട്ടിയാൽ അത് എനിക്ക് അപമാനമല്ലേ? ഇല്ലേ? കുട്ടി ഇപ്പം 3 അടി മണ്ണ് മതി എന്ന് പറയും. ഞാൻ 3 അടി മണ്ണ് തന്നോന്ന് വിചാരിക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടി വിവാഹം കഴിക്കും. വിവാഹം കഴിക്കുമ്പോൾ ആവശ്യങ്ങൾ വരും. ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരോട് യാചിക്കാൻ തുടങ്ങും. അപ്പൊ ആള് ചോദിക്കും, ഇപ്പൊ പണ്ട് ബലിയുടെ അടുത്ത് പോയിട്ട് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ മോശം ആർക്കാ? എനിക്കല്ലേ? ഇപ്പൊ ഞാനൊന്നും തന്നില്ല എന്നുള്ള ഈ അഹങ്കാരം, ബലിയുടെ അഹങ്കാരം കണ്ടു. ബലി എന്താ പറയുന്നറിയോ? ഞാൻ ആരാന്നറിയോ? ലോകാനാമേകമീശ്വരം. ആ വാക്ക് ഭഗവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞ? ലോകാനാം ഏകമീശ്വരം. ലോകാനാം ഈശ്വരം എന്ന് പറഞ്ഞാലും ഭഗവാൻ സമ്മതിച്ചു കൊടുത്തേനെ. പിന്നെന്താ പറഞ്ഞ? ലോകാനാം ഏകമീശ്വരം. ആരോടാ പറയണത്? ലോകാനാമേകമീശ്വരനോടാ പറഞ്ഞത്. ലോകാനാമേകമീശ്വരം. ഭഗവാനും തല കുലുക്കി. എന്താണെന്നറിയോ? ആരാ ഈശ്വരൻ? ഞാൻ കാണിച്ചു തരാന്ന് അല്ലേ? ലോകാനാമേകമീശ്വരം. എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരാള് പിന്നെ ഒരിക്കലും മറ്റൊരാളും യാചിക്കാൻ ഇടയാവരുത്. യാചകന്മാരില്ലാത്ത രാജ്യമാണ് ബലിയുടെ രാജ്യം എന്നുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. ബലിയുടെ രാജ്യത്ത് യാചകന്മാരില്ലാത്തരെ. ഈ ധർമ്മപുത്ര മഹാരാജാവിന് കുറച്ചൊരു അഭിമാനം വന്നു അത്രേ. കാരണം ധർമ്മപുത്ര മഹാരാജാവ് വനവാസകാലത്ത് 10,000 ബ്രാഹ്മണർക്ക് പതിവായിട്ട് ഭക്ഷണം കൊടുത്തിരുന്നതാണ്. കാരണം ചെലവില്ലല്ലോ. പാഞ്ചാലിക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ട്? അക്ഷയപാത്രം. അപ്പോൾ 10,000 പേർക്ക് പതിവായിട്ട് ഭക്ഷണം കൊടുത്തിരുന്നു അത്രേ. അപ്പോൾ ധർമ്മപുത്രന്റെ മനസ്സിൽ ചെറിയൊരു അഭിമാനമുണ്ട്. ഇത് കൃഷ്ണന് മനസ്സിലായി, ഭഗവാന് മനസ്സിലായി. ഭഗവാൻ ഒരു ദിവസം ധർമ്മപുത്ര മഹാരാജാവിനെ കൂട്ടിക്കൊണ്ട് സുതല ലോകത്തിലേക്ക് പോയി അത്രേ. ബലി ഇരിക്കുന്ന സ്ഥലത്ത്. ബലി സുതല ലോകത്തിലാണല്ലോ. അവിടെ ചെന്ന് ബലിയെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് ധർമ്മപുത്രനാണ്. ഇദ്ദേഹം പതിവായിട്ട് 10,000 പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന മഹാത്മാവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബലി പറഞ്ഞു, എനിക്ക് ഒരു ബഹുമാനവും ഇല്ല എന്ന്. കാരണം എൻ്റെ രാജ്യത്ത് ഒരാളെ പോലും കിട്ടിയിരുന്നില്ല എന്ന്. അങ്ങയുടെ രാജ്യത്ത് 10,000 പേര് ഭക്ഷണം കഴിക്കാൻ വരണമെങ്കിൽ അത്രയും പേര് പട്ടിണിക്കാരാന്നല്ലേ എൻ്റെ അർത്ഥം. ബലിയുടെ രാജ്യം യാചകന്മാരില്ലാത്ത രാജ്യമാണ്. അപ്പൊ എൻ്റെ രാജ്യത്ത് ഒരാളും യാചകൻ ഉണ്ടായിക്കൂടാ. എന്നോട് യാചിച്ചാൽ പിന്നെ ആരോടും യാചിക്കാൻ ഇടവരുത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കൂ. ഭൂമി വേണോ, പശുക്കളെ വേണോ? ഇതൊക്കെ കേട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ വളരെ നന്നായി, ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ടത്. വളരെ കേമായിട്ട് പുകഴ്ത്തി. ഈ കുറച്ച് അഹങ്കാരമുള്ളവരെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാലോ ഒരു പൊങ്ങിക്കോളും അല്ലേ? ഭഗവാൻ അത് കണക്കാക്കി ഒന്ന് പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, തൃപ്തി എന്ന് പറഞ്ഞാൽ വസ്തുവിലല്ല, മനസ്സിലാണ്. മനസ്സിന് തൃപ്തി ഇല്ലാത്തവന് എത്ര കിട്ടിയാലും തൃപ്തി വരില്ല. മനസ്സിന് തൃപ്തി ഉള്ളവനോ അല്പം കിട്ടിയാലും തൃപ്തി വരും. ഇത് 11ാമത്തെ സ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കും, ക ദരിദ്ര, ആരാണ് ദരിദ്രൻ? ഒരു ചോദ്യമുണ്ട്. ആരാ ദരിദ്രൻ? നമ്മുടെ അഭിപ്രായത്തിൽ ആരാ ദരിദ്രൻ? പണമില്ലാത്തവൻ ദരിദ്രൻ, അങ്ങനെയല്ലേ? പക്ഷെ ഭഗവാനോട് പറഞ്ഞാൽ അങ്ങനെയല്ല. യസ്തു അസന്തുഷ്ട,
യസ്തു അസന്തുഷ്ട, മനസ്സിന് തുഷ്ടിയില്ലാത്തവൻ ദരിദ്രൻ. ഇപ്പം മനസ്സിന് തൃപ്തിയുള്ളവൻ, തൃപ്തിയില്ലാത്തവന് 3 ലോകം കിട്ടിയാലും തൃപ്തിയില്ല. തൃപ്തിയുള്ളവനോ 3 അടി മണ്ണ് കിട്ടിയാലും തൃപ്തിയല്ലേ. അപ്പൊ തൃപ്തി മനസ്സിലാണ്, വസ്തുവിലല്ല. ഇങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ ബലി ദാനം കൊടുക്കാൻ തയ്യാറായി. വിന്ധ്യാവലി ജലം ഒഴിച്ചു കൊടുത്തു. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട് അല്ലെ, ശുക്രാചാര്യ കിടിയുടെ ഉള്ളിൽ കയറിയിരുന്നൊന്നും കണ്ണുകുത്തി പൊട്ടിച്ചു കഥയുണ്ട്. അതൊന്നും ഭാഗവത്തിലില്ല. ഏതായാലും ഉദകപൂർവമായിട്ട് ദാനം ചെയ്തു. ഉദകപൂർവ്വം ദാനം ചെയ്യുമ്പോൾ അങ്ങനെ വേണം, ഉദകപൂർവമായിട്ട് ദാനം ചെയ്യണം. ഓം തൽസൽ ദാനം ചെയ്തു. ദാനത്തിൽ അങ്ങനെ കൈ കിട്ടിയപ്പോഴേക്കും ദാനം കൊടുക്കാൻ ഭാവിച്ചപ്പോഴാണ് ശുക്രാചാര്യ ഇതൊക്കെ കണ്ടു നോക്കി നിൽക്കുന്നുണ്ട്. ശുക്രാചാര്യ പറഞ്ഞു, ബലി എന്തായി കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇത് ആരാന്ന് മനസ്സിലായോ? ഇത് കുട്ടിയൊന്നുമല്ല, ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ. ഇതാരാന്ന് മനസ്സിലായോ? ഹേ വൈരോചന എന്ന് വിളിക്കുകയാണ്, വിരോചനന്റെ പുത്രാന്ന്. ഞാൻ പറഞ്ഞില്ലേ, ബലിയുടെ അച്ഛൻ വിരോചനൻ, വിരോചനന്റെ അച്ഛൻ പ്രഹ്ലാദൻ. അപ്പൊ ഏഷ വൈരോചനെ സാക്ഷാൽ. ശുക്രാചാര്യ നാടകമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കള്ളനല്ലേ കള പറയുള്ളൂ അല്ലേ. ഈ നാടകം മുഴുവൻ ശുക്രാചാര്യ കണ്ടു. അവസാനം വരെ കാത്തു. ബലി വെള്ളം കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി ഒരൊറ്റ നിമിഷം മതി, അടുത്ത ചലനം ദാനേലം അങ്ങോട്ട് കൊടുക്കലാണ്. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കളിയൊക്കെ മാറുന്ന ശുക്രാചാര്യർക്കും അറിയാം. അപ്പൊ ശുക്രാചാര്യ അതുവരെ കാത്തു വന്നു. അവസാന നിമിഷത്തിൽ ശുക്രാചാര്യ പറഞ്ഞു, വരട്ടെ, ഇതാരാന്ന് മനസ്സിലായോ? ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ കശ്യപാതതിർജാതോ ദേവാനാം കാര്യസാധക. ഹേ വിരോചനന്റെ പുത്ര, ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയ. ഇതാരാന്നറിയോ? സാക്ഷാൽ മഹാവിഷ്ണുവാണ്, അവ്യയനാണ്. ഇതിന് ചെറുതാവാനും വലുതാവാനും ഒരു വിഷമമില്ല. എന്താ? ശുക്രാചാര്യർക്കറിയാം, അണോരണീയാൻ മഹതോ മഹീയാൻ. ഈ പരമാണു ആവാനും മഹാമേരു ആവാനും അവിടത്തേക്ക് 1 നിമിഷം മതി. അതുമല്ല, മേൽലാസവും ഞാൻ പറഞ്ഞു തരാം. കശ്യപാതതിർജാതോ, മേൽലാസം കശ്യപന്റെ അതിഥിയുടെയും പുത്രനാണ്. ഇവിടെ വന്നത് അങ്ങേ അനുഗ്രഹിക്കാനൊന്നുമല്ല, ദേവാനാം കാര്യസാധക, ദേവന്മാരെ കാര്യം സാധിപ്പിക്കാൻ വന്നതാ. ഇപ്പോഴാണ് ശരിക്കും ശുക്രാചാര്യ ഗുരു ആയത്. ഇങ്ങനെയല്ലേ ഒരു ഗുരുവിന്റെ കർത്തവ്യം? എന്താ? ശിഷ്യന് ഈശ്വരനെ കാണിച്ചു കൊടുക്കലല്ലേ. ഇപ്പോഴല്ലേ ശുക്രാചാര്യ ശരിക്കും ഗുരുവായത്. ഇപ്പോഴാണ് ശുക്രാചാര്യൻ ഗുരുവായത്. അപ്പോൾ ബലി പറഞ്ഞു, ഗുരുനാഥ അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ യാഗങ്ങളൊക്കെ ചെയ്യുന്ന ഈശ്വരനെ സമർപ്പിക്കുകയാണല്ലോ. യാഗശാലയിൽ നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുന്ന വസ്തു ഈശ്വരൻ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. സ്വീകരിക്കേണ്ടോ ഇല്ല നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഭഗവാൻ തന്നെ നേരിട്ട് വന്നില്ലേ. അപ്പൊ ഞാൻ ഭാഗ്യവാനായില്ലേ, അതുകൊണ്ട് ഞാൻ ദാനം കൊടുക്കുന്നതായി. അപ്പൊ ശുക്രാചാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടെന്നായി. ശുക്രാചാര്യ പല ന്യായങ്ങളും പറഞ്ഞു. അത്യാവശ്യം അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നുണ പറയാം. സ്ത്രീഷു നർമ്മവിവാഹേജ വൃത്യർത്ഥേ പ്രാണസങ്കടെ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃംസ്യാൽ ജുഗുപ്സിതം. 6 സന്ദർഭങ്ങളിൽ നുണ പറയാം എന്നും കൂടി ശുക്രാചാര്യ പറയുന്നുണ്ട്. 6 സന്ദർഭങ്ങൾ. അതേതാണെന്ന് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കില്ല. അത് പറഞ്ഞിനി നാളെ പറയും. ഭാഗവതി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേണ്ട. ഏതായാലും 6 സന്ദർഭത്തിൽ നുണ പറയാമെന്നും കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇതൊന്നും കേട്ടിട്ട് ഇളകിയില്ല. സത്യാന്ന ചലിതോ മഹാൻ. തൻ്റെ സത്യത്തിൽ നിന്ന് അല്പം പോലും ചലിക്കാത്ത ബലി വിന്ധ്യാവലി വെള്ളം ഒഴിച്ചു കൊടുത്തു. ബലി അങ്ങോട്ട് ദാനം കൊടുത്തു. പെട്ടെന്ന് ശുക്രാചാര്യ ശപിച്ചു, ഏഷതേ സ്ഥാനം ഐശ്വര്യം, നിന്റെ സകല ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് ശപിച്ചുകൊണ്ട് ശുക്രാചാര്യ ഇറങ്ങിപ്പോയി. കാരണം ശുക്രാചാര്യർക്ക് ശപിക്കാൻ അധികാരമുണ്ട്. ശുക്രാചാര്യ കാരണമാണ് ബലിക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത് അല്ലേ. ഞാൻ കാരണമല്ലേ നിനക്ക് ഐശ്വര്യം ഉണ്ടായത്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ, നിന്റെ സകലം നഷ്ടപ്പെട്ടെ എന്ന് ശപിച്ചുകൊണ്ട് ശുക്രാചാര്യ ഇറങ്ങിപ്പോയി. ഭഗവാൻ മനസ്സുകൊണ്ട് ഒരു താങ്ക്സും പറഞ്ഞു. എന്താ അറിയോ, നന്നായി, അങ്ങൊന്ന് പോയിട്ട് വേണം ഇതിനൊന്നും അനുഗ്രഹിക്കാനല്ലേ. ശുക്രാചാര്യ ഇറങ്ങിപ്പോയി. വിന്ധ്യാവലി ദാനം കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. ദാനയിൽ അങ്ങോട്ട് കൈ കെട്ടേണ്ട താമസം തദ്വാമനം രൂപം അവർദ്ധതാത്ഭുതം. അത്ഭുതകരമായിട്ടുള്ള രൂപത്തിലേക്ക് ഭഗവാൻ വളർന്നു എന്ന് പറയുന്നത്. എന്താ ഇതിനൊരു തത്വം എന്താ വെച്ചാൽ അതിസർവത്ര വർജയൽ എന്ന് പറയും. ശുക്രാചാര്യ ഇത് പറയുന്നുണ്ട്. ഒരു കാര്യത്തിലും അതി പാടില്ല എന്നാണ്. ഇപ്പോൾ ദാനം കൊണ്ട് നശിച്ച ഒരാളുണ്ട്, കർണൻ അല്ലേ. കർണൻ ദാനം കൊണ്ടാണ് നശിച്ചത്. നൃഗമഹാരാജാവ് ദാനം ചെയ്ത് ഒന്നായിട്ട് കിടക്കേണ്ടി വന്നില്ലേ.
അപ്പോൾ എന്തും അമിതമായിട്ട് പാടില്ല. ദാനമൊക്കെ നല്ലതാണ്. അതിരൂപേണ വൈ സീത അതിഗർവേണ രാവണ എന്ന് പറയും. രൂപസൗന്ദര്യം കൂടിയത് കൊണ്ടാണ് സീതയ്ക്ക് ദുഃഖം ഉണ്ടായത്. അതിഗർവേണ രാവണ, ഗർവം കൂടിയത് കൊണ്ടാണ് രാവണൻ അധപ്പതിച്ചത്. അതുകൊണ്ട് അതിദാനാൽ ബലിൽ ബദ്ധോ, അതിദാനം കൊണ്ടാണ് ബലി ബന്ധനത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അതിസർവത്ര വർജയൽ എന്ന് പറയും. അതിസർവത്ര വർജയൽ. ബലി ഇപ്പോൾ ഗുരുനാഥന്റെ വാക്ക് കേൾക്കാതെ ദാനം കൊടുത്തു. പക്ഷെ ബലിക്കൊരു ഭാഗ്യം കിട്ടിയെന്താണെന്നറിയാമോ? ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധിച്ചു. ഈ വിശ്വരൂപ ദർശനം അർജുനനുണ്ടായി, കണ്ണ് കാണാത്ത ധൃതരാഷ്ട്ര മഹാരാജാവിനും ഉണ്ടായി എന്നൊക്കെ പറയും. അങ്ങനെ ഭഗവാന്റെ അത്ഭുതകരമായ രൂപം കണ്ട് ബലി ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴേക്കും എന്താ, ഭഗവാൻ ഒരു ചോട് കൊണ്ട് തന്നെ ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളെ കളന്നു കഴിഞ്ഞു. രണ്ടാമത്തെ പാദം ഉയർന്ന് സത്യലോകം വരെ എത്തിക്കഴിഞ്ഞു. ബലി അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഇതൊക്കെ സംഭവിക്കുക. സത്യലോകത്താണ് ബ്രഹ്മാവിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ബ്രഹ്മലോകം. ഭഗവാന്റെ പാദം സത്യലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവിന് ഒരു സൗകര്യം കിട്ടിയ എന്താ, സാധാരണ ഭഗവാന്റെ കാല് കഴിക്കണമെങ്കിൽ ഭഗവാന്റെ ഇരിക്കുന്നിടത്തേക്ക് വരണം. ഇവിടെ ബ്രഹ്മാവ് ഇരിക്കുന്നിടത്തേക്ക് ഭഗവാന്റെ കാലെത്തി. ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലു ജലം കൊണ്ട് ഭഗവാന്റെ പാദപ്രക്ഷാളനം ചെയ്തു. ആ പാദതീർത്ഥമാണ് എന്ത്, വിഷ്ണുപതി എന്നുള്ള പേരിൽ ഭൂമിയിൽ വന്ന്. ഗംഗയ്ക്ക് അങ്ങനെ പ്രാധാന്യമുണ്ട്. ഗംഗയ്ക്ക് ത്രിമൂർത്തികളുമായിട്ട് ബന്ധമുണ്ട്. ഇത് മറ്റൊരു നദിക്കില്ല. ത്രിമൂർത്തികളുമായിട്ട് ബന്ധമുള്ള നദിയാണ് ഗംഗ. ഒന്നാമത് ബ്രഹ്മാവിൻ്റെ കമണ്ഡലു ജലം ഒന്ന്, രണ്ടാമത് ഭഗവാന്റെ പാദതീർത്ഥം മഹാവിഷ്ണുവിൻ്റെ, മൂന്നാമത് മഹാദേവൻ ശിരസിലണിയുന്നത്, അല്ലേ? അപ്പോൾ ത്രിമൂർത്തികളുമായിട്ട് ബന്ധമുള്ള ഒരു നദി ഗംഗ മാത്രമേ ഉള്ളൂ. അതാണ് ഗംഗയ്ക്ക് വലിയ പ്രാധാന്യം. ബ്രഹ്മാവിൻ്റെ കമണ്ഡലു ജലം, ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദതീർത്ഥം, ശ്രീ മഹാദേവന്റെ ശിരസിനെ അലങ്കരിക്കുന്നത്, അങ്ങനെ മൂന്ന് വിധത്തിൽ പ്രാധാന്യമുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഇത്ര ഗംഗ ഭൂമിയിലേക്ക് വന്നത്, ആകാശഗംഗ. അപ്പം രണ്ട് ചുവട് കൊണ്ട് തന്നെ എല്ലാം വളർന്നു കഴിഞ്ഞു. മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ സ്ഥലമില്ല. ബലി അങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോഴാണ് ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിച്ചു എന്ന് അവിടെ പറയും. അവിടെ വരുണപാശമൊന്നുമില്ല, അവിടെ വരുണപാശമൊന്നുമല്ല, വരുണപാശം പോലെയുള്ള ബന്ധനം എന്ന അർത്ഥമേ ഉള്ളൂ. വരുണപാശമൊന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിച്ചു. ബലി അങ്ങനെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പാപ്പരായി എന്ന് പറയില്ലേ, ഒന്നുമില്ല, സകലതും പോയി കഴിഞ്ഞു. ബലി നിസ്സഹായനായി. ആ സമയത്താണ് ബ്രഹ്മാവ്, പ്രഹ്ലാദൻ ഇവരൊക്കെ വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവ് പ്രഹ്ലാദനൊക്കെ സ്തുതിക്കുമ്പോൾ പറയും, ബ്രഹ്മാവ് പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങാണ് ഇവൻ ഇത്രയും ഐശ്വര്യം കൊടുത്ത് ഇവനെ അഹങ്കരിപ്പിച്ചത്, അങ്ങ് തന്നെ എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു, എനിക്ക് യാതൊരു ആവലാതിയില്ല എന്ന്. ഇവിടെ ഒരു യുക്തിപൂർവ്വം ഒരു ചോദ്യം ചോദിക്കാം. ഈ ദത്താപഹാരം എന്നൊരു ദോഷമുണ്ട്. നൃഗന്റെ കഥ പറയുമ്പോൾ അല്ലേ, ദത്താപഹാര ദോഷം, കൊടുത്ത സാധനത്തിനെ തിരിച്ചെടുക്കുന്നത് പാപമാണെന്ന് പറയും. നമ്മളൊരാൾക്കൊരു സാധനം ദാനം ചെയ്താൽ അത് തിരിച്ചു വാങ്ങിയാൽ അത് പാപമാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ചെയ്തത് ശരിയാണോ? കൊടുത്ത സാധനം തിരിച്ചെടുക്കുന്നത് ശരിയാണോ? അപ്പോൾ അതും ദത്താപഹാരമല്ലേ? അതിന് ശ്രീധരസ്വാമികളൊരു ന്യായം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി മധുരപലഹാരം ലഡു കണ്ടിട്ട് കുട്ടി പറയുകയാണ്, എനിക്ക് ലഡു വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അമ്മ ഒരു ലഡു എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ കുട്ടി പറഞ്ഞു ഒന്നും കൂടി വേണമെന്നായി. അവനെ കുട്ടി ചോദിക്കുന്ന ലഡു മുഴുവൻ കുട്ടിയുടെ കൈ നിറച്ച് ലഡു കൊടുക്കും. ഈ ലഡു മുഴുവൻ കുട്ടി കഴിച്ചാൽ കുട്ടിക്ക് അസുഖം വരുന്ന അമ്മയ്ക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കൈ നിറച്ച് ലഡു എടുത്ത് കൊടുക്കും. എന്നിട്ടോ സൂത്രത്തിൽ ഓരോന്നായിട്ട് തിരിച്ചു വാങ്ങില്ലേ. എന്നുപോലെ ഗുരുവായൂരപ്പൻ ഭക്തന്മാർക്ക് ഇഷ്ടംപോലെ സമ്പത്ത് തരും. ആ സമ്പത്ത് നമുക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയാലോ ഭഗവാൻ തന്നെ സൂത്രത്തിൽ തിരിച്ചു വാങ്ങുകയും ചെയ്യും. അമ്മമാരെ പോലെ അമ്മ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷെ അത് കുട്ടിക്ക് ദോഷമാണെന്ന് അറിഞ്ഞാലോ അമ്മ തന്നെ അത് കുറേശ്ശെ തിരിച്ചു വാങ്ങില്ലേ. എന്ന പോലെ ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തന്മാർക്ക് ഐശ്വര്യം വാരി കൊടുക്കും. പക്ഷെ അത് ഭക്തൻ അതുകൊണ്ട് അഹങ്കരിച്ച് ഭക്തൻ ആപത്ത് വരുമെന്ന് ഗുരുവായൂരപ്പന് മനസ്സിലായാലോ ഭഗവാൻ തന്നെ അത് കുറേശ്ശെ തിരിച്ചു വാങ്ങുകയും ചെയ്യും. ഏതായാലും പ്രഹ്ലാദൻ സ്തുതിച്ചു, വിന്ധ്യാവലി സ്തുതിച്ചു. ഇപ്പം അതൊന്നും വിസ്തരിക്കാൻ സമയമില്ല. അവരുടെയൊക്കെ സ്തുതിയൊക്കെ ഗംഭീര സ്തുതിയാണ്. എല്ലാവരും സ്തുതിച്ചു. അപ്പോൾ ബലി നിസ്സഹായനായല്ലോ. അപ്പോൾ ബലി ഇപ്പോഴാണ് ബലിയുടെ അഹങ്കാരം മുഴുവൻ പോയി. ബലി കിരീടം ഒരു താഴെ വെച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഒരു 10 ശ്ലോകമുണ്ട് ബലിയുടെ പശ്ചാത്താപം. ഇവിടെ എന്താ തത്വം? ഞാൻ വലുതാണ് എന്ന് വിചാരിച്ചപ്പോൾ ഈശ്വരൻ ചെറുതാണെന്ന് തോന്നി.
ഈശ്വരൻ വലുതാണെന്ന് മനസ്സിലായപ്പോഴോ ഞാൻ ചെറുതാണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ വലുതാണ് എന്നുള്ള അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഈശ്വരൻ ചെറുതായിട്ട് തോന്നും. നേരെ മറിച്ച് ഈശ്വരന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാലോ ഞാൻ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ബലിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. യദ്യുത്തമ ശ്ലോക ഭവന്മമേരിതം വജോവ്യളീകം സുരവര്യമന്യതേ കരോമൃതം തന്നെ ഭവൽ പ്രലംബനം പദം തൃതീയം ഗുരുശിഷ്ണിമേദിയം. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഗുരുവായൂരപ്പ, അവിടുന്ന് ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കുന്ന ആളല്ലേ. എൻ്റെ മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദൻ ഈ തൂണിലും ഗുരുവായൂരപ്പനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സത്യം വിധാതും നിജപ്രത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷ്വഖിലേഷു ജാത്മന അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം. എൻ്റെ മുത്തശ്ശൻ ഈ തൂണിൽ ഗുരുവായൂരപ്പനുണ്ട്, ഭഗവാനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മുത്തശ്ശൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി അവിടുന്ന് ഈ തൂണിൽ നിന്ന് പ്രകാശിച്ച ആളല്ലേ. അടിയനും അവിടുത്തെ ഭക്തനല്ലേ. അടിയൻ്റെ വാക്ക് സത്യമാക്കണം എന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ, നോക്കണം അവിടെ, അടിയൻ്റെ വാക്ക് സത്യമാക്കണം എന്നല്ല പറഞ്ഞത്, അടിയൻ്റെ വാക്ക് സത്യമാക്കണം എന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ അവിടുത്തെ ശ്രീവാദം അടിയൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് ഈ ശരീരവും കൂടി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ബലിയുടെ മഹത്വം. ഇതിനാണ് ആത്മനിവേദനം എന്ന് പറയുക. പ്രഹ്ലാദം പറയുമ്പോൾ ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം, ആത്മനിവേദനം. ബലിയാണ് ആത്മനിവേദനത്തിന് ഉദാഹരണം. തൻ്റെ ശരീരവും കൂടി ഭഗവാന് സമർപ്പിക്കണം. ആകെ എൻ്റേത് എന്ന് അവകാശപ്പെടാവുന്നതായി ഇനി എൻ്റെ കയ്യിലുള്ളത് ഈ ശരീരം മാത്രമേ ഉള്ളൂ. ഇതും കൂടി അവിടുന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ബലി ഭഗവാന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ബലിയെ അനുഗ്രഹിച്ചു. എങ്ങനെ? തൃപ്പാദം കൊണ്ട് ബലിയെ അനുഗ്രഹിച്ചു, ചവിട്ടി താഴ്ത്തല്ല. ഇത് എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടിൽ പറയുമ്പോൾ മൽ ശിരോഭവി തൃക്കാൽ വശുകൊണ്ട് അടിയനാൽ ഉക്രമാം സത്യം രക്ഷിക്കണേ ദയാനിധേ എന്ന് പ്രാർത്ഥിക്കണ്ടേ. അവിടുത്തെ ശ്രീപാദം അടിയൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് ഈ ശരീരവും കൂടി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെയാണ് നമ്മുടെ നാട്ടുകാരെ തെറ്റിദ്ധരിച്ച് എന്തു പറയുക, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന്. ഭക്തൻ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനെ ഭഗവാൻ ചവിട്ടി താഴ്ത്തുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മൾ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന കഥയാണ്. ഒരു പുരാണത്തിലും അങ്ങനെ ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിട്ടില്ല. പല പുരാണങ്ങളും നോക്കി ഒരൊറ്റ പുരാണത്തിലും അങ്ങനെ ചവിട്ടി താഴ്ത്തിയെന്ന് പറയുന്നില്ല. ഭഗവാൻ തൻ്റെ തൃപ്പാദം കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ഇന്നും പല സ്വാമിയാരുമാരും കൈകൊണ്ട് അനുഗ്രഹിക്കില്ല, കാലുകൊണ്ടാണ് അനുഗ്രഹിക്കുക. കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. പല സന്യാസിമാരും കൈകൊണ്ട് അനുഗ്രഹിക്കില്ല, കാലുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ കാലെടുത്ത് നമ്മുടെ തലയിൽ വെക്കുകയല്ല, നമ്മുടെ ശിരസ് അവരുടെ കാലിൽ മുട്ടിക്കുകയാണ്. തെറ്റിദ്ധരിക്കരുത്. അവർ കാലെടുത്ത് നമ്മുടെ തലയിൽ വെക്കുകയൊന്നുമില്ല, നമ്മുടെ ശിരസ് അവരുടെ കാലിൽ മുട്ടിക്കുമ്പോൾ ആ കാലുകൊണ്ടുള്ള അനുഗ്രഹമായിട്ട് സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണോ കാലിനാണോ നമസ്കരിക്കുക? കാൽക്കലാണ് നമസ്കരിക്കുക. ഇപ്പം കാലുകൊണ്ട് പ്രഹ്ലാദനെ ഭഗവാൻ കൈകൊണ്ട് അനുഗ്രഹിച്ചെങ്കിൽ പ്രഹ്ലാദപുത്രനായ ബലിയെ ഭഗവാൻ കാലുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ഇതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക നമ്മളെ. എന്താ? ചവിട്ടി താഴ്ത്തി നമ്മളും കൂടി പറയും, ഹിന്ദുക്കളും പറയും. എന്താ? തിരുവോണം എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചകനായ പാവ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. പാഠപുസ്തകത്തിനും കൂടി പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? പാവ മഹാബലി തല കുനിച്ചിരിക്കുക, വാമനൊരു മുട്ടം വടിയൊക്കെ പിടിച്ച് കാലും പൊക്കി ഏതാണ്ടൊരു ഗുണ്ടയുടെ ഒരു ചവിട്ടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇതെത്ര അപചാരമാണല്ലേ? നമ്മുടെ ഈശ്വരന്മാരെ ശരിക്കും അപമാനിക്കുകയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഈ പുരാണങ്ങളൊന്നും ശരിക്കും പഠിക്കാത്തതുകൊണ്ട് അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. ഏതായാലും ബലിയെ അനുഗ്രഹിച്ച ദിവസമാണ് വാമനാവതാരം നടന്ന ദിവസം തന്നെയാണ് ഈ സംഭവം. അതുകൊണ്ട് ഈ തിരുവോണത്തിന് രണ്ട് പ്രാധാന്യങ്ങൾ. ഒന്ന് ഇതാണ്, ഒന്നെന്ത്? വാമനാവതാരം നടന്ന ദിവസമാണ്, അന്ന് തന്നെയാണ് ബലിയെ അനുഗ്രഹിച്ച ദിവസം. ഇനി ഈ കഥയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് അതും കൂടി പറയണല്ലോ. ചരിത്രപരമായിട്ടുള്ളൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ബലികളെന്ന് പറഞ്ഞാൽ ശാക്രയന്മാരാണ്. വിഷ്ണു ഭക്തന്മാരിൽ ഉയർന്ന ആളുകളെ ആഴ്വാർമാരെന്ന് പറയും. ശിവഭക്തന്മാരിൽ ഉയർന്ന ആളുകളെ എന്ത് പറയും? നായനാർമാരെന്ന് പറയും. ശാക്രയന്മാരിൽ ഉയർന്ന ആളുകളെ ബലികളെന്ന് പറയും. അതിന് സോമനെ ഉപാസിക്കുന്ന ആളുകളാണ്. അതിന് അവരുടെ സമ്പ്രദായത്തിന് ബാലം എന്ന് പേരുണ്ട്. ശാക്രയ ഉപാസനയ്ക്ക് ബാലം എന്ന് പേരുണ്ട്. ബലം എന്ന് വെച്ചാൽ ശക്തിയാണല്ലോ. ഈ ശാക്രയന്മാരിൽ ഉയർന്ന ആളുകളെ ബലികളെന്ന് പറയും.
അവരുടെ ആചാര്യനാണ് മഹാബലി. ഭാഗവത്തിൽ ഒരു സ്ഥലത്ത് മഹാബലി എന്നൊരു പേരില്ല, ബലി എന്ന് മാത്രമേ ഉള്ളൂ. മഹാബലി എന്ന് പേരില്ല. ഇവരുടെ കേന്ദ്രമായിരുന്നു ഈ പറയുന്ന ഭൃഗുകച്ഛം. ഈ ഭൃഗുകച്ഛം എവിടെയാ? നർമ്മദാ തീരത്താണ്. നർമ്മദാ നദി എവിടെയാ? ഗുജറാത്തിലാണ്. ഇന്നത്തെ സോമനാഥ് ഇല്ലേ, ഇല്ലേ? സോമനാഥിലേക്ക് ഇവിടുന്നൊക്കെ പോകുമ്പോൾ കച്ഛ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ നമ്മൾ കടന്നു പോകും. ഈ കച്ഛാണ് പഴയ ഭൃഗുകച്ഛം. ഈ സോമനെ ഉപാസിക്കുന്ന ആളുകളാണ് സോമോപാസകന്മാരാണ് ബലോപാസകന്മാർ. ആ സ്ഥലത്തിൻ്റെ പേര് സോമനാഥ് എന്നല്ല, പ്രഭാസ് എന്നാണ് പഴയ പേര്. സോമനാഥ ക്ഷേത്രം വന്നതിന് ശേഷമാണ് സോമനാഥനായത്. അപ്പോൾ ഈ ബലോപാസകന്മാരുടെ കേന്ദ്രമായിരുന്നു ഈ ഭൃഗുവച്ഛം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഈ ബലി യാഗം നടത്തുന്നത്, കേരളത്തിലല്ല. അപ്പോൾ ഈ കഥയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കേരളവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പരശുരാമാവതാരം കഴിഞ്ഞിട്ടല്ലേ വാമനാവതാരം കഴിഞ്ഞിട്ടല്ലേ പരശുരാമാവതാരം. വാമനാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമാവതാരം. അപ്പം എങ്ങനെയാ ബലി കേരളത്തിലേക്ക് വരിക? അല്ലേ? അപ്പോൾ ഈ കഥ അവിടെ നിന്ന് വന്നൊരു കഥയാണ്. പരശുരാമൻ നർമ്മദാ തീരത്ത് നിന്ന് ജനങ്ങളെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഐതിഹ്യം. അപ്പോൾ അന്ന് അവരുടെ കൂടെ വന്നൊരു കഥയാണ്. ഈ കഥയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കേരളമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്കറിയില്ല. ഏതായാലും ബലോപാസകന്മാരിൽ പെട്ട ആളാണ് ബലി. അദ്ദേഹം ശാക്തേയനാണ്. മഹാവിഷ്ണു വാമനായിട്ട് അവതരിച്ച ദിവസമാണ്. അന്ന് തന്നെയാണ് മഹാദേവന്റെ പരമഭക്തനായിട്ട് ബലിയെ അനുഗ്രഹിച്ച ദിവസവും. അപ്പം നമ്മുടെ തിരുവോണത്തിന് ശിവനുമായിട്ട് ബന്ധമുണ്ട്, വിഷ്ണുവുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ ശക്തിയുമായിട്ട് ബന്ധമുണ്ട്. ശൈവം, വൈഷ്ണവം, ശാക്തേയം മൂന്നും ചേർന്നാണ് തിരുവോണം. ഇനി അവിടെ വാമനമൂർത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തോ? വഞ്ചന കാണിച്ചോ? വഞ്ചനയില്ല. ബലി ആരാ? അസുരന്മാരുടെ ചക്രവർത്തിയാ. 5-ാമത്തെ സ്കന്ധത്തിൽ ദേവന്മാർക്ക് സ്വർഗവും മനുഷ്യർക്ക് ഭൂമിയും അസുരന്മാർക്ക് പാതാളവും ഭഗവാൻ തന്നെ ഭാഗവത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഭാഗവത്രം ഭഗവാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം പാതാള ലോകത്തിരിക്കേണ്ട ബലി എന്താ ചെയ്തത്? സ്വർഗവും ഭൂമിയും കൈവശപ്പെടുത്തിയത് ശരിയാണോ? 3 നിലയുള്ളൊരു കെട്ടിടം, താഴത്തെ നിലയിൽ താമസിക്കുന്ന ആള് മറ്റു 2 നിലയിലുള്ളവരെ അടിച്ചു പുറത്താക്കി കെട്ടിടം കൈവശപ്പെടുത്തിയാൽ ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? കയ്യേറ്റക്കാരനെ ഒഴിപ്പിക്കണം, അല്ലേ? അപ്പോൾ മനുഷ്യർക്ക് അവകാശപ്പെട്ട ഭൂമി മനുഷ്യർക്ക് കൊടുത്തു, ദേവന്മാർക്ക് അവകാശപ്പെട്ട സ്വർഗം ദേവന്മാർക്ക് കൊടുത്തു, അസുരന്മാർക്ക് അവകാശപ്പെട്ട പാതാള ലോകം ആർക്ക് കൊടുത്തു? ബലിക്കും കൊടുത്തു. ഇവിടെ എന്താ അന്യായമുള്ളത്? ഇവിടെ എന്ത് വഞ്ചനയുള്ളത്? അതുമല്ല, ശുക്രാചാര്യ പറഞ്ഞു കൊടുത്തില്ലേ? ഏഷ വൈരോചന സാക്ഷാൽ പറഞ്ഞു കൊടുത്തില്ലേ? അവിടെ വഞ്ചനയുണ്ടോ? അതാ പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കഥയൊക്കെ വളച്ചൊടിക്കുകയാണ്, ചവിട്ടി താഴ്ത്തി. ഇനി കേരളത്തിലെ ഈ കഥയായിട്ടൊരു ബന്ധമുണ്ട്. കേരളത്തിൽ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കേട്ടില്ലേ? മാവേലി, ഇങ്ങനെയാണ് മാവേലിക്കര, ഓണാട്ടുകര എന്നൊക്കെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. കേരളത്തിൽ ഭരിച്ചിരുന്ന ഒരു ബൗദ്ധനായിട്ടുള്ള രാജാവായിരുന്നു അത്രയും മാവേലി. ഈ ചെങ്ങന്നൂര് ആ ഭാഗങ്ങളൊക്കെ ഒരു കാലത്ത് ബുദ്ധമതത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളായിരുന്നു. തുമ്പമൺതാഴം അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ, പന്തളം, ഇതൊക്കെ ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ബുദ്ധമ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു രാജാവാണ് അത്രയും മാവേലി. അദ്ദേഹം സാക്ഷാൽ മഹാബലിയെ പോലെ ധർമ്മിഷ്ഠനും നീതിമാനുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മാവേലി നാടുവാണിയിടും കാലം. അത് മറ്റേ മഹാബലിയല്ല, ഈ മാവേലിയാണ്. അദ്ദേഹം നാട് വാഴുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു, സത്യസന്ധനായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം. അപ്പോൾ ആ കഥയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ തൃക്കാക്കരപ്പനെയാണ് പൂജിക്കുക. ഞാനതും കൂടി പറഞ്ഞ് നിർത്താം. തൃക്കാക്കരപ്പൻ ആരാ? വാമനാന്ന് നമുക്ക് തോന്നും, വാമനല്ല. തൃക്കാക്കര ശിവക്ഷേത്രമാണ്. വൈഷ്ണവ സമ്പ്രദായം വന്നതിന് ശേഷമാണ് വാമന് പ്രാധാന്യം വന്നത്. തൃക്കാക്കര അമ്പലത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ശിവന്റെ അമ്പലം ഇപ്പോഴും കാണാം. ഇപ്പം അത് പുതുക്കി പണിതിട്ടുണ്ട് തൃക്കാക്കര. തൃക്കാക്കരപ്പൻ ശിവനാണ്. എന്താ ഇത്ര ധൈര്യമായിട്ട് പറയണത്? നമ്മൾ തിരുവോണത്തിന് തൃക്കാക്കരപ്പനെ പൂജിക്കാറുണ്ട്, അല്ലേ? ഇവിടേക്ക് ഇല്ലേ? തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുമ്പോൾ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കുക. മണ്ണുകൊണ്ട്, അല്ലെങ്കിൽ പഴയകാലത്ത് അമ്മിപ്പിള്ളയൊക്കെ എടുത്ത് വെക്കും തൃക്കാക്കരപ്പനായിട്ട്, അല്ലേ? എന്നിട്ട് തുമ്പപ്പൂ കൊണ്ടാണ് പൂജിക്കുക. തുമ്പപ്പൂ ശിവന് പ്രധാനപ്പെട്ടതല്ലേ, അല്ലേ? ശരിക്കും തൃക്കാക്കരപ്പൻ ശിവനാണ്. പലരും തെറ്റിദ്ധരിച്ച് വാമനാണെന്ന് പറയും. വാമനായിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പഴയ കാവ്യങ്ങളിലൊക്കെ തൃക്കാക്കര ശിവക്ഷേത്രമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇപ്പം ശൈവമാണ് ബലി. ശിവനെയും ശിവനും ശിവശക്തിയായുക്ത ശൈവനും ശാക്തേയനുമാണ് ബലി. അന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരം നടന്ന ദിവസമാണ്.
അപ്പം അന്നാണ് വാമനായിട്ട് അവതരിച്ച് ബലി അനുഗ്രഹിച്ച ദിവസമാണ്, അല്ലാണ്ട് ചവിട്ടി താഴ്ത്തിയ ദിവസമല്ല. അത് തെറ്റിദ്ധരിക്കരുത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വാമനല്ല പ്രാധാന്യം, മഹാബലിക്കാണ് പ്രാധാന്യം എന്നൊക്കെ കഴിഞ്ഞ ഓണക്കാലത്തും കേട്ടില്ല നമ്മൾ. അതൊക്കെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന സൂത്രമാണ്. അപ്പോൾ ഈ കഥയുടെ ആത്യന്തികമായിട്ടൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് തന്നെയാണ് ബലി. ആധ്യാത്മിക അർത്ഥത്തിൽ ബലമുള്ളത് മനസ്സാണ്. കർമ്മവാസനയാണ് ശുക്രൻ. കർമ്മവാസന ഈശ്വരനിൽ അർപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. എപ്പോഴാണ് ഈ കർമ്മവാസന അതിലംഘിക്കുക, അപ്പോഴാണ് ആ ജീവന് അമരത്വം ഉണ്ടാവുക, അപ്പോഴാണ് നമ്മളൊക്കെ മഹാബലികളാവുക. ഈ ഒരു ഭാവം നമ്മുടെ മനസ്സിലും വരിക. നമുക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ എന്ന ശക്തിയാണ്. അതിൽ അഹങ്കാരം വന്നു പോയി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അത് തിരിച്ചെടുക്കും. സകല അഹങ്കാരവും തീർത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ബലി അനുഗ്രഹിച്ചതുപോലെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭക്തന്മാരുടെ മനസ്സിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരി.